യെസ്, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം രാഹുൽ. നമ്മളുടെ ഒരു ലൈവിലേക്ക് സ്വാഗതം. ഇതൊരു ഇൻ്റർവ്യൂ മോഡ് ആയിട്ടുള്ളൊരു ലൈവാണ്. നമ്മളുടെ ചാനലിൽ സ്ഥിരമായിട്ട് നമ്മൾ പങ്കെടുപ്പിക്കുന്ന അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. വിവിധ കോണുകളിലുള്ള വ്യക്തികളെ, വിവിധ ആശയങ്ങളുള്ള വ്യക്തികളെ കൊണ്ടുവരികയും അതുമായിട്ട് ഒരു സംസാരം, ഒരു ചർച്ച നടത്തിക്കൊണ്ട് ചില ആശയ രൂപീകരണം നമ്മൾ നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ആരെയും ക്യാൻസൽ ചെയ്യില്ല എന്നതാണ് നമ്മളുടെ പരമമായ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന് ഇന്ന് ജോയിൻ ചെയ്ത രാഹുലിന് വലിയ ഒരു നന്ദി ആദ്യമേ തന്നെ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അതുകൂടാതെ നമ്മളെ കേൾക്കുന്നതിന് വേണ്ടി, ചർച്ച കാണുന്നതിന് വേണ്ടി, കേൾക്കുന്നതിന് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ചയിലേക്ക് കിടക്കുകയാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ എന്തായാലും വീണ്ടും ഇഷ്ടപ്പെടാത്ത വീഡിയോകൾ ലൈക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പിന്തുടരുക എന്നും കൂടി അഭ്യർത്ഥിച്ചിട്ട് ഞാൻ നേരെ ചർച്ചയിലേക്ക് കിടക്കുന്നു. അപ്പോൾ സ്വാഗതം രാഹുൽ. നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പെർഫെക്റ്റ്. ആദ്യം തന്നെ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. മുമ്പ് എനിക്ക് തോന്നുന്നു എസൻസിന്റെ കൊച്ചിയിലെ പരിപാടിക്കൊക്കെ നമ്മൾ കണ്ടിരുന്നു. മുമ്പ് എന്തോ 1-2 ഡിബേറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് വലിയ താല്പര്യവും ബഹുമാനമുള്ള, അഭിപ്രായ വ്യത്യാസം 100% അല്ലെങ്കിൽ 99% അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ വളരെ ആദരവും ഇഷ്ടമുള്ളതാണ്. ഒരു സമൂഹത്തില് ഫ്രീ തിങ്കേഴ്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരോ റാഷണലിസ്റ്റുകളോ റീസൺ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ഞാനടക്കമുള്ള വിശ്വാസികൾ ഒരു സ്ലിപ്പറി സ്ലോപ്പിലൂടെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോയാൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു സമൂഹം വേണം. അപ്പം ഒരു പക്ഷേ എനിക്ക് ഒരു 10 വർഷം മുമ്പോ 15 വർഷം മുമ്പോ ഈ ഒരു മനോഭാവം ആയിരുന്നില്ല യുക്തിവാദികൾ / നിരീശ്വരവാദികൾ / ഫ്രീ തിങ്കേഴ്സ് / ശാസ്ത്രപ്രചാരകരോട് പോകുന്നത്. എന്ത് വാക്ക് വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അവർ സമൂഹത്തിന്റെ ഒരു എസെൻഷ്യൽ കോമ്പണന്റ് ആണ്. അതിൽ 1-2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ തുടങ്ങാം. എനിക്ക് അങ്ങനെ ഈ മേഖലയിൽ നിൽക്കുന്ന ഏറ്റവും ഒരുപക്ഷെ ആരാധന തോന്നിയിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെ ഒരു അഡ്മിറേഷനോ ഫാൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സനൽ എഡമറഗ് സാർ. ഞാൻ ഫിൻലാൻഡിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയൊരു ദിവസം താമസിച്ചു. ഒരുപാട് എന്റെ ഡൗട്ട്സ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റുമുണ്ടായി. സനൽ എഡമറഗ് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിലർക്കെങ്കിലും അദ്ദേഹത്തെ ഇപ്പൊ ഇന്ത്യയിലില്ല, ഇങ്ങനെ ഒരു പ്രോസിക്യൂഷന്റെ ഭാഗമായി അവിടെ പോയതാണ്. അപ്പം അദ്ദേഹം കഥകളി അടക്കമുള്ള കാര്യങ്ങളുടെ വലിയൊരു കൊണോസിയർ ആണ്, അംബാസിഡർ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നും. പിന്നെ രവിചന്ദ്രൻ സാർ ഞാൻ അഡ്മയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ ശ്രീ യു കലാനാഥൻ, അദ്ദേഹത്തിന്റെ വളരെ മികച്ചൊരു കോട്ട് ഞാൻ എന്റെ പല TV ചർച്ചകളിൽ യൂസ് ചെയ്യാറ്. വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയല്ല, വിചാരത്തെ പിടിച്ചു കുലുക്കുകയാണ് യഥാർത്ഥത്തിൽ യുക്തിവാദം ചെയ്യുന്നത്. പിന്നെ 4 ഒരുപക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ ഒന്ന് ശ്രീ ആരിഫ് ഹുസൈൻ ആണ്. കാര്യം അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒരു ഇന്റലക്ച്വൽ ഓണസ്റ്റി ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ മാത്രമല്ല, കുറെ കാലം മുമ്പ് അദ്ദേഹം ശബരിമല വിഷയത്തിൽ യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങളിൽ CPM-ന്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ്, കാപട്യം തുറന്നു പറഞ്ഞത് വളരെ പ്രശംസനീയമാണ്. കാര്യം കേരളത്തിന്റെ സാഹചര്യത്തിൽ ബുദ്ധിജീവി ചാപ്പ് അടിച്ചു കൊടുക്കുന്ന CPM ആണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷക്കാരുമാണ് ഒരാളെ ബുദ്ധിജീവിയാക്കുന്നത്, സംഘിയാക്കുന്നത്, സുഡാഫിയാക്കുന്നത്, കാഫിറാക്കുന്നത്. അപ്പോ അത്തരം ആൾക്കാരുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സ്, ഈ CPM-നോട് ബഹുമാനമേ ഉള്ളൂ, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും, പക്ഷേ ആ CPM-ന്റെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് വളരെ സ്ട്രോങ് ആയി തുറന്നു പറഞ്ഞ പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള കോണ്ടെക്സ്റ്റിൽ എന്റെ ഗ്രാൻഡ് മദർ, ഇപ്പം ജീവിച്ചിരിപ്പില്ല, ഗ്രാൻഡ് മദറാണ് ആദ്യം അറസ്റ്റിലായത് ശബരിമല കേസിൽ. 2ാമത് എന്റെ അമ്മയാണ്. 3ാമത് പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും ഞാനും ഒക്കെയാണ്. ഞാൻ 4-5 പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ആ വിഷയത്തിൽ സാധാരണ ബുദ്ധിജീവികൾ, ഇന്റലക്ച്വൽസ് എടുക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ, അതിനെ ഞങ്ങളെ സാധൂകരിക്കുകയല്ല, പക്ഷെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് തുറന്നു കാണിക്കാൻ മനസ്സ് കാണിച്ച ശ്രീ ആരിഫ് ഹുസൈന് വലിയ ആദരം, സ്നേഹം, അഭിപ്രായ വ്യത്യാസം, ബഹുമാനത്തോടെ അടികൂടാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോ എന്തായാലും ആ നല്ല വാക്കുകൾക്ക് നന്ദി. ഇപ്പോ മണ്ഡലത്തിൽ ഒരു ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടൊക്കെ നമ്മൾ സ്വതന്ത്ര ചിന്തകർ എന്നുള്ള രീതിയിൽ കാണുന്നത്, വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ആ വിഷയത്തെക്കുറിച്ചുള്ള ചില ധാരണ പെശകുകളാവാം ഒന്ന് പ്രധാനമായിട്ട്. 2, ചില അഭിപ്രായം നമ്മൾ പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള റിപ്പർക്കഷൻസ് അതാലോചിച്ചിട്ട് നമ്മൾ ഒന്ന് മയപ്പെടുത്തുന്ന പരിപാടി നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പിന്നെ ഒരു 3ാമതായിട്ട് ഈ ഗുഡ് ബുക്കിൽ ഇരിക്കുന്നത് ഒരു വലിയൊരു കംഫർട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കൺഫോമിറ്റി എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. നമ്മളതിപ്പോൾ പറഞ്ഞാൽ വെറുതെ എന്തിനാണ് അവരുടെ ഊക്ക് വാങ്ങുന്നത് എന്നത് തന്നെ പച്ചയ്ക്ക് പറയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ പലപ്പോഴും വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായിട്ട് പറയാൻ പൊതുസമൂഹത്തിൽ വലിയ വിഷമം കാണിക്കുന്നതാണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ മണ്ഡലത്തിൽ സാംസ്കാരിക പ്രവർത്തകർ, ഇതുപോലെ ആക്ടിവിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇവിടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്.
ഇപ്പം ഞാനൊരു എക്സ് മുസ്ലിം എന്ന ഒരു ടാഗ് ലൈനൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന ഒരു വലിയ ആളാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ മതം നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള പൊല്ലാപ്പുകൾ തന്നെയാണ്. അത് മറ്റു മതങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ് ഹിന്ദു, ഒരു എക്സ് ക്രിസ്ത്യൻ എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ അതിനെ എതിരെ ഫൈറ്റ് ചെയ്യേണ്ട എതിരെ നീന്തേണ്ട ഒരു അവസ്ഥ നിലവിലില്ലതാണ്. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ എല്ലാ മതങ്ങളും നമ്മൾ ടൈറ്റിലിൽ പറഞ്ഞ പോലെ എല്ലാ മതങ്ങളെയും പോലെയാണ് ഇസ്ലാം എന്നൊരു വാദം. അത് പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്. ഇസ്ലാം ഒരു മതം, എല്ലാ മതങ്ങളെയും പോലെ ഒരു മതമല്ലേ എന്ന് ചോദിക്കുക. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏതോ ഒരു പോസ്റ്റിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഷെയർ ചെയ്തപ്പോൾ അതിനൊരു വോയിസ് മെസ്സേജ് അയച്ചതിൽ നിന്നാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് പോലും. അതിൻ്റെ ആ പ്രത്യേകത, ആ വ്യത്യാസം നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും എനിക്ക് ആ ഒരു പോയിന്റിൽ തന്നെ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇസ്ലാം എല്ലാ മതവും പോലെ ഒരു മതമാണോ, അതല്ല അതിലെങ്ങനെയാണ് രാഹുൽ കാണാൻ ശ്രമിക്കുക? ആദ്യം തന്നെ എല്ലാവർക്കും, ഞാനൊരു വിശ്വാസിയാണ്, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാണ്. ഞാൻ വിശ്വസിക്കുന്ന അയ്യപ്പന്റെ ഏറ്റവും അടുത്ത മുസ്ലിം സുഹൃത്തായ വാവരസ്വാമിയുടെയും അവരുടെ ഏറ്റവും അടുത്ത മുസ്ലിം ക്രിസ്ത്യൻ സുഹൃത്തായ വെളുത്തയുടെയും അനുഗ്രഹം ഉണ്ടാണ്. ഞാൻ എല്ലാ മതങ്ങളുടെയും നന്മയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ എല്ലാ മതങ്ങളും ദുരുപയോഗം ചെയ്യാനും കഴിയും. മതങ്ങളിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. ഇസ്ലാം മതത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. ഹിന്ദു മതത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. അപ്പൊ ഹിന്ദു മതത്തിലെ നന്മയാണ് ഗാന്ധിജി, അതിന്റെ തിന്മയാണ് ഗോഡ്സെ. അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ നന്മയാണ് മൗലാന അബുൽ കലാം ആസാദ്, തിന്മയാണ് ഒസാമ ബിൻ ലാദൻ. അല്ലെങ്കിൽ ഇതേപോലെ ക്രിസ്ത്യൻ മതത്തിലുള്ളത്. അപ്പോ പലപ്പോഴും എക്സ് മുസ്ലിം, ഞാൻ അങ്ങയുടെ ഇതിൽ വ്യക്തിപരമായിട്ടല്ല, പക്ഷെ ആ നിലപാട് തറയുടെയും യുക്തിവാദികളുടെ പൊതു നിലപാട് തറയുമാണ്. അവര് ഇസ്ലാമിനെ കടന്നാക്രമിക്കുന്നതിന്റെ ഒരു റീസൺ, ഇസ്ലാം കുറെ കൂടെ സംഘടിതമാണ്, ഒരു കോർഡിനേറ്റഡ് റെസ്പോൺസ് പലപ്പോഴും ഇസ്ലാമിന്റെ ഭാഗത്തുനിന്നോ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഹിന്ദു മതത്തിന് അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഒരു പ്രത്യേക പരിധിക്കപ്പുറം സെന്റിമെന്റ്സ് ഒന്നും ഹേർട്ട് ആവാൻ പോകുന്നില്ല. പകരം ഇസ്ലാമിന് കോഡിഫൈഡ് ആയ ഒരു തിയോളജി ഉണ്ട്. അത് ശരിയോ തെറ്റോ അതൊക്കെ വിശ്വസിക്കാതിരിക്കാം. പക്ഷേ മതത്തിന്റെ സ്ട്രക്ചർ വൈസ് അതിന് ഒരിതുണ്ട്. രണ്ട്, എല്ലാ മതങ്ങളെയും പോലെ ലോക ചരിത്രത്തിൽ ഒരുപാട് സംഭാവന ചെയ്ത പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ ഒക്കെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത 100 ആൾക്കാരിൽ ഒരാളായി കാണുന്നവരുണ്ട്. മഹാത്മാഗാന്ധി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചപ്പോൾ എനിക്ക് അതിന്റെ കഴിഞ്ഞു പോയല്ലോ എന്നാണ് വിഷമം തോന്നുന്നത്, ഇനിയും വായിക്കണമല്ലോ എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. ഇവിടെയാണ് കോണ്ടെക്സ്റ്റ് ഉള്ളത്. അങ്ങയുടെ പല ഡിബേറ്റുകൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് നേരിലേക്ക് കിടക്കുന്നത്. എന്റെ വിശ്വാസം, ഞാൻ ആദ്യം എന്റെ വാദം പ്രപ്പോസിഷൻ മുമ്പോട്ട് വെക്കാം. തീർച്ചയായും ഇസ്ലാം എല്ലാ മതങ്ങളെയും പോലെ പരിശുദ്ധമായ ഒരു മതമാണ്, വിശ്വാസധാരയാണ്, ആത്മീയധാരയാണ്. എല്ലാ മതത്തിലും തെറ്റുകളും ശരികളും ഉണ്ടാകുന്നത് പോലെ ഇസ്ലാമിന്റെ ഭാഗത്തും ഉണ്ടായേക്കാം. ഇസ്ലാമിന്റെ തീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാമിസം ഉള്ളതുപോലെ ഞങ്ങൾ ബ്രാഹ്മണരുടെ ഇടയിൽ തീവ്ര ബ്രാഹ്മണിക്കൽ വാദമുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തീവ്ര കൺവേർഷനിസ്റ്റ് വാദമുണ്ട്. മതങ്ങളിൽ നന്മയും തിന്മയുണ്ട്. പൊതുവെ ഏറ്റവും ശാന്തരായ ബുദ്ധിസ്റ്റുകളിൽ ഇന്ന് റോഹിംഗ്യകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ബർമയിൽ അടക്കം നടക്കുന്ന പല സ്ഥലങ്ങളിൽ നടക്കുന്ന ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് ബുദ്ധ ഭഗവാൻ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. അപ്പം നല്ലതും തിന്മയും എല്ലാത്തിലും ഉണ്ട്. അത് ഒരു മതത്തിന്റെ കുഴപ്പമല്ല. അങ്ങയുടെ പ്രപ്പോസിഷൻ ഞാൻ എന്റെ ഒരു വാക്കുകളിൽ വ്യൂവേഴ്സിന് വേണ്ടി വെക്കാം. എക്സ് മുസ്ലിം എന്ന രീതിയിൽ, യുക്തിവാദി എന്ന രീതിയിൽ അങ്ങ് പറയുന്നത്, അല്ലെങ്കിൽ മുമ്പോട്ട് വെക്കുന്ന പ്രപ്പോസിഷൻ, ആശയം ഇസ്ലാം എന്ന മതം അടിസ്ഥാനപരമായി ശരിയല്ലെന്നും ആ കോഡിഫിക്കേഷൻ ഓഫ് ഐഡിയോളജിയുടെ ഭാഗത്ത് തന്നെ എക്സ്ട്രീമിസം ഉണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് ലൈൻ നേച്ചർ ഉണ്ട്, ചില വാക്കുകൾ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മോശമാകുമെന്നുമാണ്. അങ്ങയുടെ 10 വർഷം മുമ്പ് എഴുതിയ ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു, എവരി മുസ്ലിം ക്യാൻ ബി എ പൊട്ടൻഷ്യൽ ജിഹാദി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എവരി ബ്രാഹ്മിൻ ക്യാൻ ബി എ പൊട്ടൻഷ്യൽ ഗോഡ്സെ എന്ന് പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ എവരി ഹിന്ദു ക്യാൻ ബി എ പൊട്ടൻഷ്യൽ ഗോഡ്സെ എന്ന് പറഞ്ഞുകൂടെ? അത് ശരിയാണ്. അപ്പൊ അങ്ങനെയല്ല, പോസിറ്റീവ് എല്ലാത്തിലുമുണ്ട്, നെഗറ്റീവ് എല്ലാത്തിലുമുണ്ട്. അതാണ് എൻ്റെ ഇനീഷ്യൽ വാദം ഇൻ ഷോർട്ട്. ഓക്കെ, നമുക്ക് ഈ ലാസ്റ്റ് പറഞ്ഞ ആ കോട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എവ്രി മുസ്ലിം ക്യാൻ ബി എ, അല്ലെങ്കിൽ ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എവ്രി ബ്രാഹ്മിൻ ക്യാൻ ബി എ പൊട്ടൻഷ്യൽ ഗോഡ്സെ, അല്ലെങ്കിൽ എ ബ്രാഹ്മണിക്കൽ ടെററിസ്റ്റ് എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഗെയിമായിട്ട് വേണമെങ്കിൽ നമുക്കെടുക്കാം. ഞാനൊരു സാധാരണ മുസ്ലിമായിട്ട് ജനിച്ച് ജീവിച്ച ഒരു വ്യക്തി ടെററിസ്റ്റ് ആയതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഓക്കെ, സാധാരണ വ്യക്തിയായി ജനിച്ച് ജീവിച്ച ബ്രാഹ്മണൻ ടെററിസ്റ്റായി മാറിയതിന് രാഹുൽ ഒരു ഉദാഹരണം പറയാം. അങ്ങനെ നമ്മൾ കളിക്കാൻ നോക്കിയാൽ ഇതിലാരായിരിക്കും ജയിക്കുക? രണ്ട് കാര്യങ്ങൾ. ഇത് മതപരമാണോ, രണ്ട് സാമുദായികമാണോ, പ്രദേശത്തെ രാഷ്ട്രീയമാണോ? അങ്ങനെ ഒരുപാട് കോണ്ടെക്സ്റ്റുകളില്ലേ. ബ്രാഹ്മണ സമൂഹത്തിന്റെ വിശ്വാസങ്ങളുടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണോ ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നത്? ഗോഡ്സെ ഒരു പ്രത്യേക ഐഡിയോളജിയിൽ വിശ്വസിച്ചിരുന്നു. പറയാം. അതായത് നമ്മളവിടെ ഇപ്പോൾ എവറി മുസ്ലിം
ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ നമ്മളവിടെ രാജ്യാതിർത്തിയോ മറ്റ് കോണ്ടെക്സ്റ്റ് ഒന്നും നമ്മളവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, എവറി ബ്രാഹ്മിൻ ക്യാൻ ബി എ ഒരു ബ്രാഹ്മണിക്കൽ ജിഹാദി അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ടെററിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കോണ്ടെക്സ്റ്റ് ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ ഇനി പോട്ടെ, എവറി പേഴ്സൺ ഫ്രം എ റിലീജിയൻ എക്സ് ക്യാൻ ബി എ ടെററിസ്റ്റ് ഫ്രം ദാറ്റ് റിലീജിയൻ എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ക്രിസ്ത്യൻ റിലീജിയൻ ആയിക്കോട്ടെ, ഹിന്ദു മതമായിക്കോട്ടെ, ജൈന മതമായിക്കോട്ടെ, ബുദ്ധമതമായിക്കോട്ടെ, ഏത് മതം എടുത്തു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇസ്ലാമിനൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? രണ്ട് കാര്യങ്ങളാണ്. അങ്ങയുടെ ആ ചോദ്യം പോലും, വിത്ത് ഡ്യൂ റെസ്പെക്ട്, ആ ചോദ്യം പോലും ലോഡഡ് ആണ്. അതായത് ജിഹാദ് എന്ന വാക്കിന് എന്തോ തെറ്റുണ്ടെന്നും ജിഹാദി എന്ന് പറയുന്ന എന്തോ മോശമാണെന്നും ഉള്ള ധ്വനിയിൽ നിന്നാണ് തുടങ്ങുന്നത്. മഹാത്മാഗാന്ധിയെ കുറിച്ച് നരേന്ദ്രമോദിയുടെ മന്ത്രിയായിരുന്ന ലിബറൽ മുസ്ലിം ആയിരുന്ന ശ്രീ MJ അക്ബർ മനോഹരമായ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധി ആയിരുന്നു എന്നാണ്. അതായത് നമ്മുടെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള മൂവ്മെന്റ് നയിച്ചതുകൊണ്ട് ഗാന്ധിജി ഒരു ജിഹാദി ആയിരുന്നു എന്നാണ്. അത് ഗാന്ധിജിക്ക് വലിയൊരു അലങ്കാരമാണ്. എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷെ അങ്ങേക്ക് അതിന്റെ അറബിക് ടെർമിനോളജിയും റൂട്ടും അറിയായിരിക്കും. ജഹദ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. ടു സ്ട്രഗിൾ, ടു ഫൈറ്റ് എന്നാണ്. ജിഹാദ്, വലിയ ജിഹാദ് ഉണ്ട്, ചെറിയ ജിഹാദ് ഉണ്ട്. അപ്പോ ജിഹാദ് എന്ന വാക്കിനെ പോലും പ്രശ്നവൽക്കരിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ പൊതുബോധത്തിൽ നിന്നല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്തോ മോശമാണെന്നും ജിഹാദി എന്ന് പറഞ്ഞാൽ മോശമാണെന്നും ആദ്യമേ കരുതുന്ന രീതിയിലല്ലേ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ജിഹാദ് നടത്തുമ്പോൾ, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സബർമതി ആശ്രമത്തിൽ 2 സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള എന്റെ ജിഹാദാണ് ഗാന്ധിജിയുടെ ഏതോ ഒരു സമരമെന്നും സബർമതി ആശ്രമം ഞാൻ മേടിക്കുന്നത് പശുക്കളുടെ പേരിലാണെന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടി എഴുതുന്നതാണ്, സംശയമൊന്നുമില്ല. ബാലൻസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ്. അപ്പം ജിഹാദ് എന്ന വാക്കിന് പോലും തെറ്റായ അർത്ഥം കൊടുക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ചു നോക്കാം. ഈ ഇസ്ലാം പഠിക്കുന്ന എല്ലാവരും ഇനി ജിഹാദ് എന്ന വാക്ക് മാറ്റാം. അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ വയലന്റ് ടെററിസം, എക്സ്ട്രീമിസം, ആയുധമെടുത്ത് മറ്റുള്ളവരെ പേടിപ്പിച്ച് മതപരിവർത്തനം നടത്തുകയോ ആക്രമിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതാണെന്നാണല്ലോ അതിന്റെ പ്രിമൈസ് കൊടുക്കുന്നത്, വാക്ക് മാറ്റി വെച്ചാൽ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പരിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാരിൽ ഒരാളായ മൗലാന അബുൽ കലാം ആസാദ് ആരെങ്കിലും അങ്ങനെ കൊന്നിട്ടുണ്ടോ? നമ്മുടെ അബ്ദുൽ കലാമിന്റെ അച്ഛൻ ഒരു ഇമാം ആയിരുന്നില്ലേ? രാമേശ്വരത്തെ ഒരു പള്ളിയുടെ ഇമാമിന്റെ മകനാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സയന്റിസ്റ്റ് പ്രസിഡന്റ് ആയത് എന്നുള്ളത് തന്നെ അങ്ങനെ സോകോൾഡ് എക്സ്ട്രീമിസത്തിന്റെ സ്ട്രാൻഡ്, തീവ്രവാദത്തിന്റെ സ്ട്രാൻഡ്, ഭീകരവാദത്തിന്റെ സ്ട്രാൻഡ് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതല്ലേ എന്റെ തെളിവ്. ഓക്കെ, ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ 2 ഉദാഹരണങ്ങൾ. ചേകന്നൂർ മൗലവി കൊല്ലപ്പെട്ടു. ഓക്കെ, അതുപോലെ ജോസഫ് മാഷുടെ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നും വെട്ടപ്പെട്ടു. ഇത് ജിഹാദാണോ? 2 കാര്യങ്ങൾ. ഒന്ന്, ചേകന്നൂർ മൗലവിയുടെ തിരോധാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കറക്റ്റ് വാക്ക്. അദ്ദേഹത്തിന് എന്ത് മരിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്കൊന്നും ആർക്കും സംശയം കാണില്ല. പക്ഷേ അദ്ദേഹത്തെ റാഡിക്കൽ എക്സ്ട്രീമിസ്റ്റ് കൊന്നാണോ എന്ന് എനിക്കറിയില്ല. ലഭ്യമായ വിവരങ്ങൾ വെച്ച് അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് യൂട്യൂബിൽ നിന്നും മറ്റും കേട്ടതേ ഉള്ളൂ. തീർച്ചയായിട്ടും പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികൾ അല്ലെങ്കിൽ തീവ്ര സുരക്കാർ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് അക്ഷന്തവ്യമായ കുറ്റമാണ്. അല്ലെങ്കിൽ അത് ടെററിസം തന്നെയാണെന്ന് കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കണം, അതിനെ ഏറ്റവും തള്ളി പറഞ്ഞ നമ്മുടെ നാട്ടിലെ മുഖ്യധാര മുസ്ലിം ലീഗുകാർ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മുനീർ സാഹിബ്, ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന് ക്രിസ്ത്യൻ പള്ളി എടുത്ത സ്റ്റാൻഡ് എന്താ? ക്രിസ്ത്യൻ പള്ളി എടുത്ത സ്റ്റാൻഡ് ഒരു കാരണവശാലും പ്രവാചകന്റെ പേര് അവിടെ ആ സ്ഥലത്ത് യൂസ് ചെയ്ത് ശരിയായില്ലെന്നാണ്. എനിക്കത് അയ്യപ്പൻ യൂസ് ചെയ്താൽ ഇഷ്ടപ്പെടുവോ? ശ്രീരാമൻ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുവോ? വേറൊരു ക്രിസ്ത്യാനിക്ക് അത് കർത്താവെന്നോ ജീസസ് ക്രൈസ്റ്റ് എന്നോ മറിയമെന്നോ ജോസ് എന്നോ ഉപയോഗിച്ചാൽ ഇഷ്ടപ്പെടുവോ? അപ്പൊ പിന്നെ മുഹമ്മദ് എന്ന പേര് മാത്രം ഏത് രീതിയിൽ എടുത്ത് തട്ടാന്ന് പറയുന്നതിന് എന്തർത്ഥമുള്ളത്? ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ ചോദ്യം അതല്ല, ഈ 2 വിഷയവും ജിഹാദായിരുന്നു എന്നാണ്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അത് ജിഹാദ് അല്ല, അത് തീവ്രവാദമാണ്. പറയുന്നവർ അതിനെ ജിഹാദ് എന്ന് വേണമെങ്കിൽ വിളിച്ചേക്കാം. ഗോഡ്സെ വിശ്വസിച്ചത് ഞാൻ ഇന്ത്യയെ രക്ഷിക്കുക എന്നാണ്. അതുകൊണ്ട് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാകുമോ? ഓട്ടെ, ഒരു പെട്ടെന്നുള്ള നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഉദാഹരണം, മാർട്ടിൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച വ്യക്തി ഒരു കുഞ്ഞിനെ അടക്കം 6 പേരെ ബോംബ് വെച്ച് കൊന്നത് രാജ്യസ്നേഹം അവരുടെ സഭയ്ക്ക് കുറവാണ്, ദേശീയ ഗാനത്തിന് എണീച്ചു നിൽക്കില്ലെന്നല്ല പറഞ്ഞാൽ പുള്ളി ചെയ്ത ജിഹാദാണോ? മാർട്ടിൻ ഒരു ദിവസം മാറിയിരുന്നെങ്കിൽ മുഹമ്മദ് ആവുമായിരുന്നു, അത് വേറെ. പക്ഷേ ഇതിന്റെ പ്രശ്നം ഞാൻ ചോദിച്ചത് മാർട്ടിൻ ചെയ്തത് ജിഹാദാണോ? എന്തൊരു ഭ്രാന്താണ് ഈ ഇന്ത്യയുടെ കൊടി ഒരു വരി കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം. സോറി, ഞാൻ ചിലപ്പോ ഇങ്ങനെ ഒരു വരി എക്സ്ട്രാ സംസാരിക്കും. എന്റെ തോളത്ത് കൊടി വെക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് നാളെ ജനഗണമന പാടുന്ന ഒരാൾ കേട്ടിട്ട് എണീച്ചു നിന്നില്ലെങ്കിൽ അവനെ ബോംബ് വെച്ചു കൊല്ലാൻ ഞാൻ പറയൂ? എന്തുവരെ വട്ടാണ്? അങ്ങനെ വട്ടന്മാർ എല്ലാത്തിലും ഇല്ലേ? ഓക്കെ, ഒരു കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ജിഹാദ് ചെറുതുകൊണ്ട് വലുതുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് ചെറിയ ജിഹാദ്, എന്താണ് വലിയ ജിഹാദ് എന്ന് പറയാമോ? ജിഹാദ് അൽ അസ്ഗർ, ജിഹാദ് അൽ അക്ബർ, അങ്ങനെയാണെന്ന് എന്റെ ടെർമിനോളജി എന്നാണ് എന്റെ ഓർമ്മ. അൽ അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബർ മീൻസ് വലിയവൻ, നരാഹ തക്ബീർ അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്ന പോലെ അക്ബർ ഈസ് വലിയവൻ. നമ്മുടെ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ ആണ് അക്ബർ രാജാവ് എന്നറിയപ്പെടുന്നത്. അതായത് ഗ്രേറ്റർ ജിഹാദ് ഈസ് ടു
ഫൈറ്റ് അഗൈൻസ്റ്റ് ദി ഈവിൾ ഇൻ അവർ ഓൺ മൈൻഡ്. നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയോടുള്ള ഫൈറ്റിനെയാണ് ജിഹാദ് അൽ അക്ബർ എന്ന് പറയുന്നത്. ജിഹാദ്, ചെറിയ ജിഹാദ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ഇസ്ലാമിന്റെയോ വിശ്വാസത്തിന്റെയോ ഉമ്മത്തിന്റെയോ ഒക്കെ എതിരാളികളായി വരുന്നവരോട് ഫൈറ്റ് ചെയ്യുന്നു. ഇന്ന് ഇന്ത്യൻ പട്ടാളക്കാർ പാകിസ്ഥാനി പട്ടാളക്കാരെ കൊല്ലുമ്പോൾ നമ്മളവരെ ഹീറോസ് എന്ന് വിളിക്കാറില്ലേ? ആ കാലത്തെ കമ്മ്യൂണിറ്റീസ് ആണ് ഇതെല്ലാം. ഒരു കമ്മ്യൂണിറ്റി തങ്ങളുടെ സെൻസ് ഓഫ് ബിലോങ്ങിങ് കൊണ്ട് ഒരു എതിർ വിഭാഗത്തോട് പോരടിക്കുമ്പോൾ അവരെ നമ്മൾ നമ്മുടെ കണ്ണിലാണെങ്കിൽ മഹാന്മാരെന്ന് പറയും. ഞാൻ ശബരിമലയ്ക്ക് വേണ്ടി പോരാടുമ്പോൾ എന്റെ വിശ്വാസികൾക്ക് ഭക്തന്മാർക്ക് ഇവൻ കിടിലമാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഞാൻ പിന്തിരിപ്പനാണ്. അപ്പം ആ കോണ്ടെക്സ്റ്റിൽ എടുത്താൽ പോരെ എടുത്താൽ പോരാ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മതങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മതങ്ങൾ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് റൂൾസ്, അത് തന്നെയാണ് മതങ്ങളെ നമ്മൾ മുന്നോട്ട് വെക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇപ്പോൾ ഒരു 1000 മതങ്ങളുണ്ട്, അതിനകത്തുനിന്ന് നമുക്കൊരു മതത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നു. 1000 കണക്കിന് രോഗങ്ങളുള്ളതിൽ ഒരു രോഗത്തെ നമുക്ക് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നത്? അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ പോലെ ഓരോ മതത്തിനെയും ഡയഗ്നോസിസ് നടത്താൻ, അത് തിരഞ്ഞെടുക്കാൻ, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള ചില ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു കഴിയുമ്പോൾ ഇസ്ലാമിന് ചില ഡെഫിനിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷൻ ഉണ്ട്, ഒറ്റ ഡെഫിനിഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഹാദത്ത് കലിമ, അത് നിങ്ങൾ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്താൽ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അള്ളാഹു ആണ് ആരാധനയ്ക്ക് അർഹനായ, അതായത് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി വേറെ ദൈവമില്ല എന്നാണ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദർ ഇസ് നോ ഗോഡ് ബട്ട് അല്ലാഹ്. ഇനി മുഹമ്മദ് റസൂലുള്ളാഹ്, പ്രവാചകനാണ് മുഹമ്മദ് എന്നും നമ്മൾ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമാണ് നിങ്ങൾ അതിനകത്ത് ഒരു മുസ്ലിം ആവുന്നുള്ളൂ എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് താഴേക്ക് വരുമ്പോൾ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു. ഇനി അതെല്ലാം ആദ്യം പറഞ്ഞ വരിയെ ഒന്നുകൂടെ എടുത്ത് അതും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് പോകാമോ? ഇത് തന്നെ ജീസസ് ക്രൈസ്റ്റും പറഞ്ഞിട്ടില്ലേ? അതിലേക്കാണ് വരുന്നത്. അതായത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ റിലീജിയനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിലും ഉണ്ട് ഇതേപോലെയുള്ള ഡെഫിനിഷൻസ് ഉണ്ട്, അതിൻ്റെ പില്ലേഴ്സ് ഉണ്ട്. ഇപ്പോൾ 10 കമാൻഡ്മെൻറ്റ്സ് പറയുന്ന പോലെ ഹിന്ദു മതത്തിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതുപോലെ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പില്ലറാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട റൂളാണ് മുസ്ലിങ്ങളായിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ജിഹാദിൽ ഏർപ്പെടണം എന്നുള്ളത്. ഇപ്പോൾ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? ആ സംഗതി പോലും ഇവിടെ നടക്കാൻ പോകുന്നൊരു വിഷയമാണ് എന്നും അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിൻ്റെ ബാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ടും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കണം എന്നും കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള അധ്യാപനങ്ങളാണ് മദ്രസകളിലടക്കം പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യയെ കീഴടക്കുക, ദ കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പം ഇത് ഞാൻ പറഞ്ഞുതരാം, അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഗസ്വായ് ഹിന്ദ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജിഹാദ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ജിഹാദ് കബീർ അക്സറൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ വാളുകൊണ്ട് ജിഹാദ് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നാൽ അത് ചെയ്യണം. യുദ്ധം, അത് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്നുള്ള ഖുർആനിലെ തന്നെ നിയമം നടപ്പിലാക്കാൻ ഓരോ മുസ്ലിമിനും ബാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളപ്പോൾ ചോദിക്കും, മൗലാന അബ്ദുൽ കലാം ആസാദ് കൊന്നോ? അല്ലെങ്കിൽ എൻ്റെ തന്നെ കുടുംബത്തിലുണ്ട് ഉസ്താദുമാരായിട്ടുള്ള ആളുകൾ, അവരാരെങ്കിലും കൊന്നോ? എൻ്റെ വാപ്പ ആരെങ്കിലും കൊന്നോ? അല്ലെങ്കിൽ നമ്മളുടെ അബ്ദുൽ കലാം പഴയ പ്രസിഡന്റ് കൊന്നോ? ഈ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. കാരണം എന്താണ്? നമ്മൾ പറയുന്നത് ഈ നിയമം യഥാവിധി ഉൾക്കൊള്ളുകയും അത് നടപ്പിലാക്കേണ്ടത് ബാധ്യതയാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ആ പാത തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മത ഫോളോവേഴ്സ്, അവരാണ് ഈ സാധനം ചെയ്യുന്നത്, അവരാണിത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം, ആ ചോദ്യത്തിലേക്ക് വരികയാണ്. അതായത് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു അക്രമം ഉണ്ടാകുന്നു. പോപ്പുലർ ഫ്രണ്ടുകാർ വന്ന് സുഡാപ്പികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ ജോസഫ് മാഷ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടുമ്പോൾ അത് ഖുറാനിലെ സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 5:33 മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്ന, അള്ളാഹുവിനെ ആക്ഷേപിക്കുന്ന ഒരാളെ കണ്ടാൽ ആ നിയമം നടപ്പിലാക്കണം എന്നത് ഇസ്ലാമിലെ ബാധ്യതയാണ്. അത് ഇസ്ലാമിക രാജ്യമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ ബാധ്യതയാണ്. അവിടെ ഇസ്ലാമിക രാജ്യമല്ല എന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത അവിടുത്തെ വിജിലാൻറ്റീസിനാണ്. ആ രണ്ടാമത്തെ ഫാക്ടറാണ് ഇവിടെ അവർ നടപ്പിലാക്കിയത്. ഇനി ചേകനൂർ മൗലവിക്കെതിരെ നടത്തിയത് എന്താണ്? അതും ഇതേപോലുള്ളൊരു സാധനം. കാരണം അദ്ദേഹം മതത്തെ നവീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇസ്ലാമിലെ മറ്റൊരു സാധനം എന്ന് പറയുന്നത്, ഈ മതം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു, ഇതിലേക്ക് ഇനി ഒരു സാധനം കയറ്റാനും പാടില്ല, ഇനി ഇതിൽ നിന്നൊരു സാധനം പുറത്തേക്ക് ഇറക്കാനും പാടില്ല എന്ന് പറഞ്ഞു വെച്ചുകൊടുത്താണ് ചേകനൂർ മൗലവി വന്നിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വലിയ ഒരു പ്രശ്നം ഉണ്ടാവുകയും അദ്ദേഹം കൊല്ലപ്പെടേണ്ടവനാണ് എന്ന വിധി, ഇസ്ലാമിക വിധി അവിടെ വരികയും അത് നടപ്പിലാക്കേണ്ടത് ജിഹാദിൻ്റെ ഭാഗമായിട്ട് വരുന്നതിൻ്റെ ഭാഗം തന്നെയാണ് അത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മുടെ നാട്ടിൽ മാർട്ടിൻ ബോംബ് പൊട്ടിക്കുന്നു, ഗോഡ്സെ അത് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത്, അത്
ഇതുപോലെ കിതാബിൻ്റെ ബാക്കിംഗ് ഉണ്ടായിട്ടോ ഇല്ലാതെയാകാം. ഇത് ഇസ്ലാമിൻ്റേത് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കിതാബിൻ്റെ ബാക്കിങ്ങോട് അടക്കം ആ വ്യക്തിയോട് ഒരു തരത്തിലുള്ള ഒരു ഹെയ്റ്റ് പോലും ഇല്ലാതെ പോലും അത് ചെയ്യാൻ കഴിയുന്നു എന്നും വരുന്നിടത്ത് കൃത്യമായിട്ട് ആ മതത്തിനൊരു വ്യത്യാസമില്ലേ? അത് നമ്മൾ അംഗീകരിക്കാതെ ഇഗ്നോറൻ്റായി പോയി കഴിഞ്ഞാൽ ഇത് ഈ ജിഹാദിന് അങ്ങനെ ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ അതിനെ ലെജിറ്റിമൈസ് ചെയ്യല്ലേ ചെയ്യുന്നത്? നമുക്ക് ഇപ്പം തന്നെ കോണ്ടെക്സ്റ്റ് നോക്കാം. ഇത് പരിശുദ്ധ ഖുർആനാണ്. 5:33, 34, 35 ഒക്കെ ആണെങ്കിൽ പറഞ്ഞത്. അതായത് ദൈവത്തിനും ദൈവത്തിന്റെ പ്രവാചകനും എതിരെ, അല്ലെങ്കിൽ ആ നാട്ടില് ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ അവർക്കെതിരെ എന്ത് ചെയ്യാന്നുള്ളൂ. എന്നാൽ 5:32 അടക്കമുള്ള കോണ്ടെക്സ്റ്റ് എന്താ? രസകരമായ വാക്ക് പറയുന്നത് ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ സന്തതികളിൽ എക്സെപ്റ്റ് ഫോർ, അതായത് ആ നാട്ടിൽ അതായത് കൊലപാതകത്തിന്റെ ഇത് കോണ്ടെക്സ്റ്റ് ആണ്, വരിയുടെ കോണ്ടെക്സ്റ്റ് ആണ്. നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ അത് എല്ലാ മാൻകൈൻഡിനെയും കൊന്നതുപോലെയാണ്. അല്ല, ഒരുവനെ രക്ഷിച്ചാൽ അവൻ എല്ലാ മാൻകൈൻഡിനെ രക്ഷിച്ച പോലെയാണ്. ഇതിന് കോണ്ടെക്സ്റ്റ് ഒന്നൊരു കാര്യമില്ലേ? ഇനി ഞാൻ തിരിച്ച് ഒരൊറ്റ വരിയിൽ കോണ്ടെക്സ്റ്റും കൂടെ പറയാം. ഞാനൊരു പ്രവാചകനെന്നോ ദൈവാവതാരമാണെന്ന് ഒരു നിമിഷത്തേക്കും കരുതുക. ഞാൻ വന്നിട്ട് പറയുകയാണ്, എപ്പോഴൊക്കെ എന്റെ മതത്തിനും എന്റെ വിശ്വാസത്തിനും അല്ലെങ്കിൽ നാശം സംഭവിക്കുന്നുവോ, എപ്പോഴൊക്കെ എനിക്കെതിരെ മറ്റു മതക്കാർ ഉയരുന്നുവോ, ഞാൻ അപ്പോഴൊക്കെ അവതരിച്ച് നിങ്ങളെ എല്ലാം കൊല്ലും. എന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ രക്ഷിക്കും, ബാക്കിയുള്ളവരെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഐ മേ സൗണ്ട് ലൈക്ക് ആൻ എക്സ്ട്രീമിസ്റ്റ്. സംശയമില്ലല്ലോ. ഇതാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രമുഖമായ വാക്യത്തിന്റെ ഏറ്റവും മോശമായ വ്യാഖ്യാനം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അതായത് എപ്പോഴൊക്കെ ധർമ്മത്തിന് നാശം സംഭവിക്കുന്നുവോ ഞാൻ അപ്പോഴൊക്കെ വന്ന് നിരപരാധികളെ രക്ഷിക്കും, അധർമ്മികളെ ഇല്ലാതാക്കും. ഇത് ധർമ്മമെന്ന വാക്ക് മാറ്റി മതമെന്ന വാക്കിട്ട് എന്റെ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്ന് എപ്പോഴൊക്കെ എന്റെ മതത്തിലെ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാകുന്നുവോ ഞാൻ ബാക്കിയുള്ളവരെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ മോശക്കാരനായില്ലേ? ഇവിടെ കോണ്ടെക്സ്റ്റ് കാര്യമില്ലേ? ഈ കോണ്ടെക്സ്റ്റ് കാണാതെ വരികളും വാക്കുകളും അടർത്തി മാറ്റി ഇത് മോശമാണെന്ന് ചിത്രീകരിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇന്റലക്ച്വൽ ഡിസോണസ്റ്റി കൂടെയല്ലേ? അല്ല, കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒന്നാമത് ഇസ്ലാമിൽ അതിനകത്തുള്ള പ്രൊവിഷൻ ഇല്ല. അങ്ങനെ നമുക്ക് ഒരു സംഗതിയെ അങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കി അതിനെ മാറ്റി അത് നല്ലതല്ലേ, അത് ഇങ്ങനെ കണ്ടാൽ പോരെ എന്ന് പറയുന്നൊരു സാഹചര്യം. ഓക്കെ, നമ്മൾ എന്തിനാണ് അത്രയും എക്സ്ട്രീമായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വാള് കൊണ്ടുള്ള ജിഹാദിനുള്ള സമയം കഴിഞ്ഞു, ഇനി പേന കൊണ്ടുള്ള ജിഹാദാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആളുകളുടെ അവസ്ഥ ഇന്ന് എന്താണെന്നറിയോ? അത് അഹമ്മദിയാക്കളാണ്. അഹമ്മദിയാക്കൾ അവർ പാകിസ്ഥാനിൽ അവർ നോൺ മുസ്ലിംസ് എന്നാണ് അവർ വിളിക്കപ്പെടുന്നത്. അവർക്ക് പാസ്പോർട്ട് അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരതിനകത്ത് അവരുടെ പ്രവാചകനായിട്ട് അവർ കാണുന്ന ആ മിർസ ഗുലാമിനെ തള്ളിപ്പറയണം. അതായത് അവരെ നിർബന്ധിക്കുകയാണ് മതനിന്ദ നടത്താൻ അവരുടെ ആശയപ്രകാരം. അബ്ദുൽ സലാം, യെസ്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? അതായത് മുസ്ലിം വിഭാഗത്തിനകത്ത് തന്നെയുള്ള ഇസ്ലാമിൻ്റെ അകത്ത് തന്നെയുള്ള വ്യക്തികൾ അതിനകത്തൊരു നവീകരണം കൊണ്ടുവന്ന് അതിലേറ്റവും കുഴപ്പം പിടിച്ച സാധനമാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 pillars ഒക്കെ മാറ്റി വെച്ചാൽ അതൊന്നുമല്ല പ്രശ്നം. 5 pillars ഹജ്ജ് ചെയ്തിട്ട് അവിടെ പോയി 1000 പേര് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മരിച്ചു. അതൊക്കെ വലിയ ദുരന്തം തന്നെയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ദുരന്തം സ്വന്തം ശരീരത്തിനെന്ന് മാത്രമല്ല ചുറ്റുമുള്ള ആളുകൾക്ക് സൂയിസൈഡ് ബോംബിങ്ങിനടക്കം പ്രേരിപ്പിക്കുന്ന സാധനമാണ് ഈ പറയുന്ന ജിഹാദ് എന്ന് പറയുന്നത്. അത് അവസാനിപ്പിക്കണം. ഇനി നമ്മൾ പേന കൊണ്ടാണ് ജിഹാദ്. ഞാൻ കംപ്ലീറ്റ് പേന കൊണ്ട് ജിഹാദ് ചെയ്യാൻ ഖുർആനിൽ പറയുന്നുണ്ടോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞു. കാലികമായ ഇന്റർപ്രിട്ടേഷൻ അല്ലേ? നമുക്ക് ഈ ഇന്റർപ്രിട്ടേഷനെ കുറിച്ച് തർക്കിക്കാം, ശരിയൊന്നും തെറ്റൊന്നും. അതാ ഞാൻ പറഞ്ഞു വന്നതാണ്. അതായത് ഇതിലെ പ്രശ്നം തിരിച്ചറിഞ്ഞ വ്യക്തികളാണ് ഇവർ. ഈ ജിഹാദ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൽ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ കോണ്ടെക്സ്റ്റിൽ തന്നെ കണ്ട് മനസ്സിലാക്കിയ ആളുകൾ ആ കോണ്ടെക്സ്റ്റ് തന്നെ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ പറയുന്ന അതിനെ ഒരു മഹത്വവൽക്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ലൊരു സാധനമാക്കി അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ശ്രമമാണ് ഈ പറയുന്നത്. ഇതേ ശ്രമം തന്നെയാണ് ചേകനൂർ മൗലവി ചെയ്തത്. ഇനി ഒരു കാര്യം കൂടി നേരത്തെ പറഞ്ഞു, ഇതിലാണ് പ്രശ്നം. ഈ ബ്ലാങ്കറ്റ് കാറ്റഗറൈസേഷനിലാണ് പ്രശ്നം. ഈ ജിഹാദ് തന്നെയല്ലേ ക്രിസ്ത്യാനികളുടെ ക്രൂസൈഡ്? ഇത് തന്നെയല്ലേ ഹിന്ദുക്കളുടെ ധർമ്മയുദ്ധം? അപ്പൊ മുസ്ലിങ്ങളുടെ ജിഹാദ് മോശവും ക്രിസ്ത്യാനികളുടെ ക്രൂസൈഡ് കുഴപ്പമില്ല, ഹിന്ദുക്കളുടെ ധർമ്മയുദ്ധം കുഴപ്പമില്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അങ്ങനെ ആരാ പറഞ്ഞത്? അങ്ങനെ ആരും പറഞ്ഞില്ല. ഇസ്ലാമിന് മാത്രമാണോ ഈ പ്രശ്നമുള്ളത്? നോ, ഇസ്ലാമിന് മാത്രമാണോ ഈ പ്രശ്നമുള്ളത്? എന്റെ വാദം അതല്ല. ക്രൂസൈഡ് തെറ്റാണ്, ധർമ്മയുദ്ധം തെറ്റാണ്,
ഈ പറയുന്ന ജിഹാദും തെറ്റാണ്. പക്ഷേ ഇവിടെ രാഹുൽ പറഞ്ഞ എന്താണ്? ധർമ്മയുദ്ധം തെറ്റാണ്, ക്രൂസൈഡ് തെറ്റാണ്, പക്ഷെ ജിഹാദ് ഇതല്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. അവിടെയാണ് പ്രശ്നം. ഇതിന്റെ കോണ്ടെക്സ്റ്റുകളിൽ ഇതെല്ലാം ശരിയാണ്. ഇനി കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. കോണ്ടെക്സ്റ്റ് ഞാൻ ഒരു സെക്കൻഡ് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഒരു വരി മാത്രം. ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ പറയുന്ന കോണ്ടെക്സ്റ്റ് അത് ശരിയാണ്. അല്ലെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണനോട് ന്യായമായിട്ടും ചോദിച്ചുകൂടെ, നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത്? രണ്ട് കുടുംബങ്ങൾ തമ്മിൽ തല്ലുമ്പോൾ നിങ്ങൾ മധ്യസ്ഥം നിന്നാ പോരെ എന്ന് നമുക്ക് ചോദിക്കാം. ശ്രീരാമനോട് നേരെ തിരിച്ച് നിങ്ങൾ എന്തിനാണ് രാവണനോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഒരു കൺസെൻസസ് ബിൽഡ് ചെയ്താൽ പോരെ ചോദിക്കും. സി കോണ്ടെക്സ്റ്റ് എന്നൊരു കാര്യമില്ലേ? കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. യെസ്, കോണ്ടെക്സ്റ്റ്. ഐ ആം ടേക്കിംഗ് കോണ്ടെക്സ്റ്റ്. ഐ ആം കമ്മിങ് ടു കോണ്ടെക്സ്റ്റ്. ഇപ്പൊ 5:33 വായിച്ചപ്പോൾ 5:32 വായിക്കുന്നു. ഇസ്രായേലി ജനത ഒരാളെ കൊന്ന എല്ലാവരും. സത്യത്തിൽ ആ കോണ്ടെക്സ്റ്റ് എന്താണ്? അത് രണ്ട് ബിഗ് എറേഴ്സ് അല്ലെങ്കിൽ ഹോളോനെസ് ഇസ്ലാമാണ് അത് അവിടെ വ്യക്തമാക്കുന്നത്. എന്താണത്? ഒന്ന്, ഈ സൃഷ്ടിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ആദം ഹവ്വ അവരുടെ 2 ആൺമക്കൾ, അവർ തമ്മിൽ കച്ചറ കൂടിയിട്ട് ഒരാൾ ഒരുത്തനെ തല്ലിക്കൊല്ലുന്നു. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ ആ കൊന്ന സംഗതിയിൽ അവനാകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അന്നേരം അവനോട് തോറയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കോണ്ടെക്സ്റ്റ് ഇവിടെ പറഞ്ഞതാണ് ഈ സംഗതി. ഇനി ഇതിലെ വിഷയം എന്താണ്? നീ അങ്ങനെ വിഷമിക്കണ്ട, നീ അവനൊരു അതിക്രമം പ്രവർത്തിച്ചതിൻ്റെ പേരിലല്ലേ കൊന്നത്, അതുകൊണ്ട് നീ വിഷമിക്കണ്ട. ഒരാളെ കൊന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇങ്ങനെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിൽ നീ ഒരാളെ കൊന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിലാണ് അത് എല്ലാവരും കൊന്ന പോലെ. നീ അങ്ങനെ അല്ലല്ലോ ചെയ്തത്. സോ യു ക്യാൻ ബി ഹാപ്പി. ഞാൻ പറഞ്ഞത് ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ, കോണ്ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഖുറാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോറ അതല്ലെങ്കിൽ അതിന് മുന്നേ വന്നിട്ടുള്ള എല്ലാ കിതാബുകളിലും മനുഷ്യൻ്റെ കൈകടത്തലുണ്ടായി എന്നാണ് ഇസ്ലാമിൻ്റെ വാദം. അതിലെല്ലാം മനുഷ്യൻ മാറ്റത്തിരുത്തലുകൾ കൊണ്ടുവന്നതാണ് മനുഷ്യൻ പറയുന്നത്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ഘട്ടം വരുമ്പോൾ ഇതിനകത്ത് ആ ഒരു സാധനം എടുത്താലല്ലാതെ ഇസ്ലാമിനകത്ത് ഞാൻ പറയുന്നു ഇസ്ലാം മാനവികമാണ് എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ കോണ്ടെക്സ്റ്റിൽ നിന്നും അടർത്തിയ തോറയിൽ ഒരാളെ കൊന്നതിൽ കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞ ഈ ഒരു ആയത്തല്ലാതെ ഒരൊറ്റ ആയത്ത് പോലും ഖുർആനിൽ ഇസ്ലാമിൽ നിങ്ങൾക്ക് ഇസ്ലാം മാനവികമാണെന്ന് കാണിക്കാനില്ല. അത് തന്നെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്താലല്ലാതെ. ഒരു കാര്യം കൂടി അതുകൊണ്ട് ഇവിടെ ഖുറാനിൽ തന്നെ നിങ്ങൾക്ക് കാണാം കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്ന്, അതുപോലെ പതിയിരിക്കണമെന്ന്, ജൂതന്മാരെ നിങ്ങൾ കൊന്നു തള്ളണമെന്ന്, അതുപോലെ ഹദീസുകളിൽ എഴുതി വെച്ചിരിക്കുന്നു. അതുപോലെ കാഫിറിനെന്ത്, നിങ്ങളുടെ അയൽവക്കത്ത് ജീവിക്കുന്ന ആൾ സത്യനിഷേധി അതായത് കാഫിറാണ് എന്നുണ്ടെങ്കിൽ അവനോട് നിങ്ങൾ പരുഷമായിട്ട് പ്രവർത്തിക്കണം. പരുഷത അവൻ കണ്ടെത്തണമെന്ന് ഖുറാനിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി അതേപോലെ ഹദീസുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങൾ നടന്നു പോകുമ്പോൾ എതിരെ ഒരു ജൂതൻ വന്നാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി വന്നാൽ നിങ്ങൾ അവന് വഴി എളുപ്പാക്കി കൊടുക്കണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, നിങ്ങൾ വഴി ഇടുക്കി കൊടുക്കണം തന്നെയാണ് പറയുന്നത്. അവന് നീ സ്ഥലം കൊടുക്കരുത്, അവനെങ്ങനെ നമ്മളേതോ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ നിന്ന് കൊടുക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇസ്ലാമിൽ ഈ ജിഹാദ് എന്ന് പറയുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, കൃത്യമായ നിയമം നടപ്പിലാക്കുക അല്ലെങ്കിൽ ആ ജിഹാദ് നടത്തണം എന്നുള്ള ഒരു ഫോഴ്സ്ഫുൾ ആയുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് ഓരോ മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അതിൽ നിന്ന് ഒരു മുസ്ലിമിന് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ആ സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളിലേക്ക്, ഈ ഇസ്ലാം ഒന്നും അറിയാതെ ജീവിക്കുന്ന സാധാരണ മുസ്ലിങ്ങളിലേക്ക് ഇവിടുത്തെ സലഫി ദാവ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് ഇത് കൂടുതൽ കൊണ്ടുവരുമ്പോൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകർഷകരാകുന്നത്, അവർ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോലും പോകുന്നത്. അപ്പോൾ നമ്മൾ ആ വിഷയത്തിൽ ജിഹാദ് ഒരു പ്രശ്നമാണെന്ന് പറയേണ്ട സ്ഥാനത്ത് രാഹുലിനെ പോലുള്ള ആളുകൾ വന്നിട്ട് അത് മറ്റേതിലില്ലേ എന്ന് പറയുമ്പോൾ അങ്ങയുടെ ചോദ്യത്തിന്റെ പകുതി സമയം എടുത്തു മറുപടി. ഇത് നേരത്തെ പരിശുദ്ധ ഖുറാനെ കുറിച്ച് ചോദിച്ചു. ഒരുപക്ഷെ ഖുറാനിൽ ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളുടെയും എസൻസുകളിലൊന്നും ഏറ്റവും മനോഹരമായി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് സൂറ ഫുസിലത്ത് എന്ന് പറയുന്ന 41-34. ഒരു 10 സെക്കൻഡ് എടുത്ത് ഞാനത് പറയാം. വലാ തസ്തവിൽ ഹസനതു വല സയ്യ ഇത്ഫഅ ബില്ലതി ഹിയ അഹ്സാനു ഫൈദല്ലദി ബൈനകാ വ ബൈനകു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം. അതായത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ തസ്തവിൽ ഹസനതു വല സയ്യ, അതായത് നന്മയും തിന്മയും ഒരുപോലെ ആകില്ല. നന്മയെ നിങ്ങൾ തിന്മയെ എതിർക്കാനായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആധുനിക ലാംഗ്വേജിൽ നമുക്കെല്ലാം മനസ്സിലാകുന്ന ലാംഗ്വേജിൽ പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ ആകുകയില്ല. നെഗറ്റീവിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിന്റെ ആജന്മ ശത്രുവായിരുന്ന വ്യക്തി അല്ലെങ്കിൽ നിന്റെ ബദ്ധ വൈരിയും ശത്രുവായിരുന്ന വ്യക്തി നിന്റെ ആത്മമിത്രത്തെ പോലാവും. ഇത് തന്നെയാണ് റോമൻസ് 12:21 എന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബൈബിളിലെ റോമൻസ് 12:21 പറയുന്നത്. ഇതിന്റെ ജീവിക്കുന്ന നേർസാക്ഷ്യമാണ് മഹാത്മാഗാന്ധി. തന്നെ കൊല്ലാൻ വന്ന ഗോഡ്സയെ ക്ഷമിച്ച് തന്റെ കൂടെ 8 ദിവസം സേവാഗ്രാമിൽ കഴിയാൻ പറഞ്ഞ മഹാത്മാഗാന്ധി ഈ പ്രിൻസിപ്പിളിന്റെ ആൾരൂപമാണ്.
അപ്പോൾ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും കാണും, അങ്ങ് പറഞ്ഞതുപോലെ ചില കോണ്ടെക്സ്റ്റുവലോ നോൺ കോണ്ടെക്സ്റ്റുവലോ ആയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളും കാണും. ഇതിലെ നെഗറ്റീവിനെ മാത്രം എടുത്തു വെച്ച് ഇതിൽ മുഴുവൻ മോശമാന്ന് പറയുന്ന ഏതുപോലെയാന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഹിന്ദുക്കളിലെ പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗക്കാരിലെ ആൾക്കാർ ജാതി മാത്രമാണ് ഹിന്ദുയിസം എന്ന് പറയുന്നതും ജാതീയതയിൽ ഒരുപാട് തെറ്റുണ്ടായിട്ടുണ്ട്. ഈ ജാതീയത മാത്രമാണെന്ന് പറഞ്ഞ് ഹിന്ദു ധർമ്മത്തെ അടിച്ചമർത്താനും താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കുന്നത് പോലെയാണ്. അതായത് ഒരു മതത്തിന് നന്മകളും തിന്മകളും ഉണ്ട്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ നന്മകളെ വെച്ച് തിന്മകളെ മറയ്ക്കണ്ട, ഒരു സംശയവുമില്ല. ഇതിന്റെ നന്മകളെ വെച്ച് തിന്മകളെ മറയ്ക്കണ്ട, തിന്മകൾ ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യാം. പക്ഷേ ഇതിന്റെ തിന്മകളെ വെച്ച് നന്മകൾ ഒന്നുമില്ലെന്ന് പറയുന്നത് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്, ഡീമോണൈസിംഗ് ആണ്. അതൊരു ലോജിക്കൽ ഫാലസിയാണ്. ഈ ലോജിക്കൽ ഫാലസി എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് ഒന്നോ രണ്ടോ വരി വെച്ച് ബാക്കി എല്ലാരെയും ഇല്ലാതാക്കാൻ പറയുന്നു എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമുള്ളത്? ഓക്കെ, ഇത് രാഹുൽ പറയുന്നത് വാസ്തവമാകുമായിരുന്നു. ഇത് നമുക്ക് എടുക്കേണ്ടി വരുമായിരുന്നു, ഒരു നിർബന്ധിത അവസ്ഥയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ ഈ സൂറത്ത് ഓതിയിട്ട് അതിനകത്ത് നന്മയും തിന്മയും എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എന്താ നന്മ, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എന്താ തിന്മ? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള വലിയ ധാർമ്മിക മൂല്യങ്ങളൊന്നുമല്ല. അത് ഇസ്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇസ്ലാമിലെ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെതിരെ പ്രവർത്തിക്കുന്നതെല്ലാം തിന്മ. ഇത്രയേ ഉള്ളൂ. ഇതിൽ വലിയ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇരുന്നിട്ട് ഈ നന്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നതാണ്, നിങ്ങൾ ഒട്ടകത്തിൽ പോകുന്ന സമയത്ത് 40 കിലോമീറ്റർ പെർ അവറിൽ ഞാൻ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആക്കി പറഞ്ഞു. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇന്റർപ്രറ്റ് ഇങ്ങനെ ഇന്ററോഗേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നീണ്ടുപോകും. അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇസ്ലാമിലെ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിലെ തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഇലാഹ അനദർ അല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ്. അതായത് വേറെയും ദൈവങ്ങളുണ്ട്, പ്രവാചകനല്ല എന്നൊക്കെ പറയുന്നതാണ് ഇസ്ലാമിലെ തിന്മ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള നന്മയും തിന്മയൊന്നും ഇസ്ലാമിലില്ല. ഇതൊരു ഡെക്കറേഷൻ കൊടുക്കുന്ന പരിപാടിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ പറയുന്നത് മുഴുവൻ നമ്മൾ എടുക്കേണ്ടി വരും എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇല്ലായതെന്ന് വിചാരിക്കാം. ഈ പറയുന്നതെല്ലാം നാട്ടുകാർ ഇങ്ങനെ വിഴുങ്ങി നടക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അത് നടക്കില്ല. ആഗോളതലത്തിൽ തന്നെ ഇത് വരുന്നതിൻ്റെ കാരണം എന്താണ്? ഈ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ പെർസിക്യൂഷൻ അടക്കം. ഇപ്പോൾ എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക, അവർ വെബ്സൈറ്റിൽ ഒരു പോർഷനുണ്ട്, പെർസിക്യൂഷൻ ട്രാക്കർ എന്നാണ് അതിൻ്റെ പേര്. എന്ന് വെച്ചാൽ ലോകത്തെ എവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കും ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ പേരിൽ പെർസിക്യൂഷൻ നേരിട്ട് അത് അവിടെ റിപ്പോർട്ട് ചെയ്യും. നമ്മളുടെ ചേകന്നൂർ മൗലവിയും അതുപോലെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയൊക്കെ ആ ലിസ്റ്റിലുണ്ട്. ലോകത്ത് പല സ്ഥലത്തു നിന്നുള്ള പേരുകൾ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ ദിവസവുമാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അതൊന്ന്. ഇനി രണ്ട്, ഒരു ടെററിസം ഇൻഡെക്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള കണക്കുകളോ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ടോപ്പ് 10 ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഹിന്ദു ടെറർ ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിനകത്ത് നിങ്ങൾക്ക് ക്രിസ്ത്യൻ ടെറർ ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിനകത്ത് ഈ 10 വളരെ പ്രോബ്ലമാറ്റിക് ആണ്. പ്രോബ്ലമാറ്റിക് അല്ല, അത് ട്രൂത്ത് ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും തരാം. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ടോപ്പ് 10 ടെറർ, ഇപ്പോൾ ടോപ്പ് 4 എന്ന് പറഞ്ഞിട്ടൊരു ടെറർ കാറ്റഗറൈസേഷൻ ഉണ്ട് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അതിൽ ടോപ്പ് 4ഉം ഏതൊക്കെയാണ്? ഹമാസ്, ഐസിസ്, അൽ ഷബാബ്, അതുപോലെ JNIM എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. നമ്മൾ ഇവരോടൊക്കെ പറയുന്ന മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്. ഞാൻ രാഹുലിനോട് ആ ചോദ്യം രാഹുലിനോടും ആ ചോദ്യം തന്നെയാണ്. എപ്പോൾ ഒരു മിനിറ്റ്, ഈ ചോദ്യം ഇതാണ്. അതായത് ഈ പറയുന്ന ഓരോ ഓർഗനൈസേഷനും നിങ്ങൾ എടുക്കുക. ഇനിയിപ്പോൾ ഹമാസിനെ വിളിച്ചതിൽ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചോളൂ. ബാക്കിയുള്ളതുണ്ടല്ലോ 3 യാതൊരു യോജിപ്പുമില്ല. ഹമാസ് ചെയ്തത് ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ഇന്ത്യ ഹമാസിനെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല, യുണൈറ്റഡ് നേഷൻസ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല. അങ്ങ് ഇസ്രായേലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രം പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇസ്രായേലിന്റെ വ്യൂ പോയിന്റ് മാത്രമല്ല, അതായത് ഐസിസ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ? അവര് എന്നാണ് അവരെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ് അവരെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തത്? എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? ഞാൻ പറഞ്ഞുതരാം. അതായത് ഐസിസ് ഉണ്ടായ അന്ന് അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നില്ല. അവർ എക്സിസ്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് അവിടെ ഡെസിഗ്നേറ്റ് ചെയ്തത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആക്ടിവിറ്റീസ് അത് ടെറർ കൃത്യമായിട്ട് പുറത്തു വരുന്നതിൻ്റെ ഭാഗമായിട്ട് US അവരെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ പലതും അവരെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തു. ഇന്ത്യയും അത് ഉടനെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കൺസെഷൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ
ഇന്ത്യയിലെ പല ടെറർ ഓർഗനൈസേഷനെയും നിങ്ങൾ ടെറർ ഓർഗനൈസേഷൻ അല്ലാന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ ആ തരം വാദങ്ങളിലേക്ക് പോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞു വന്നതല്ല നമ്മുടെ പോയിന്റ് അതല്ല. നമ്മളുടെ വെയിറ്റ് നമ്മുടെ പോയിന്റ് അതല്ല. എൻ്റെ ചോദ്യം ഇതാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. അതിലേക്ക് പോയിക്കോളൂ, അതിൻ്റെ കൂടെ ആഡ് ചെയ്തോളൂ. ഈ പറയുന്ന ടോപ്പ് 10 ടെറർ ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻ നിങ്ങൾ കാണുമ്പോൾ ഒരു ഇൻസ്റ്റൻസ് ഈ ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് അത് അനിസ്ലാമികമായിട്ടുള്ള ഒരു കാര്യം, ഇസ്ലാമിലില്ലാത്ത കിതാബുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഉള്ള ഒരു സാധനം നിങ്ങൾ പറഞ്ഞു തരും. മറുപടി പറഞ്ഞോട്ടെ. നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് എടുക്കുക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളാണ്. ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഇന്ദിരാഗാന്ധിയും തീവ്രവാദ ആക്രമണത്തിൽ മരിച്ചാണ്. ഇന്ദിരാഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളാണ്. നമ്മുടെ ഏറ്റവും പ്രൗഢഗംഭീരമായ സിഖ് സഹോദരങ്ങളിലെ വഴിതെറ്റിപ്പോയ ഖാലിസ്ഥാനി തീവ്രവാദികളോ അവരോട് ഐക്യപ്പെടുന്നവരോ ആയിരിക്കും കൊന്നത്. നമ്മുടെ രാജീവ് ഗാന്ധിയെ കൊന്നത് ഇസ്ലാമിക് തീവ്രവാദികളാണോ? രാജീവ് ഗാന്ധിയെ കൊന്നത് തമിഴ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രാചീന ഭാഷകളിൽ ഒന്നിന്റെ സബ് നാഷണലിസം വരുന്നതിന്റെ എക്സ്ട്രീമിസ്റ്റ് ആയി പോയ തമിഴ് പുലികളാണ്. ഇന്ത്യയിൽ നടന്ന അങ്ങനെ എത്ര ആക്രമണങ്ങൾ നമുക്ക് എടുത്തു നോക്കാൻ പറ്റും. അങ്ങ് നേരത്തെ പെർസിക്യൂഷനും കാര്യങ്ങളും പറഞ്ഞല്ലോ. ലോകത്ത് ഇസ്ലാമോഫോബിയയുടെ പേരിൽ എത്ര പെർസിക്യൂഷൻ നടത്തുന്നു? കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ 6 മോബ് ലിഞ്ചിങ് ഉണ്ടായിട്ടുണ്ട്. അതിൽ 90% മുസ്ലിം സമൂഹത്തിന് നേരെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് അല്ലെങ്കിൽ 8 വ്യത്യസ്ത കണക്കുകളുണ്ട്. 6 മുതൽ 10 പേര് വരെ മോബ് ലിഞ്ചിങ്ങിന്റെ ഭാഗമായി കൊല്ലുന്നുണ്ട്. അവർ അത് ഇസ്ലാമോഫോബിയ കാരണമല്ലേ? അല്ലെങ്കിൽ അത് നമ്മൾ എന്തുകൊണ്ട് കാണുന്നില്ല? അപ്പൊ നന്മയും തിന്മയും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് കാണാതിരിക്കുന്നത്? എനിക്ക് ഇസ്രായേൽ വളരെ ഇഷ്ടമുള്ള ഇസ്രായേൽ ഗവൺമെന്റ് ഇത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇസ്രായേൽ ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞ മാസം ഇസ്രായേൽ 9 അംഗ ഡെലിഗേഷന്റെ ഭാഗമായി പോകാൻ അവസരം ലഭിച്ച വ്യക്തിയാണ്. ഇസ്രായേലിന്റെയും പാലസ്തീന്റെയും കോണ്ടെക്സ്റ്റ് വളരെ കലുഷിതമാണ്. അതിനെ ഹമാസ് ചെയ്ത കാര്യം ഒരു കാരണവശാലും ശരിയല്ല. ഹമാസ് കയറി 1000-ഓളം ആൾക്കാരെ കൊലപ്പെടുത്തി, മറുപടിയായിട്ട് 40,000 പേരോ 30,000 പേരോ മരിച്ചു എന്ന് പറയുന്നു. അതിനൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതൊരു തിയോളജിക്കൽ ബാറ്റിൽ അല്ല. അത് എബ്രഹാമിന്റെ സന്തതികൾ പരസ്പരം അടികൂടി മരിക്കുന്നത് വേദനയോടെ ലോകം കാണേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം വിശാല അർത്ഥത്തിൽ എബ്രഹാമിനെ, മോസസിനെ, യേശു ക്രിസ്തുവിനെ ഒക്കെ അംഗീകരിക്കുന്നതാണ്. അപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ എബ്രഹാമിന്റെ സന്തതികൾ ഫൈറ്റ് ചെയ്ത് മരിക്കുന്നത് വളരെ വിഷമകരമാണ്. ഞാൻ പലപ്പോഴും മുസ്ലിം പരിപാടികൾക്ക് മുമ്പ് പറയാറുണ്ട്, പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും മെൻഷൻ ചെയ്യപ്പെടുന്ന പ്രവാചകന്മാരിൽ ഒരാൾ യേശു ക്രിസ്തുവാണ്. 187 തവണയാണ് യേശു ക്രിസ്തുവിന്റെ പരാമർശം. 136 തവണയാണ് മോസസിന്റെ പരാമർശം. മറിയത്തെ കുറിച്ച് ഒരു ചാപ്റ്റർ ഖുറാനിലുണ്ട്. ഖുറാനിൽ പേരെടുത്ത് പറയുന്ന ഏക സ്ത്രീ മറിയമാണ്. അങ്ങനെ ഒരുപാട് യോജിപ്പിന്റെ മേഖലകൾ ഉള്ളപ്പോ ദൗർഭാഗ്യവശാൽ അവിടുത്തെ ഒരു ഫൈറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഹമാസിനെ അങ്ങ് പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് മാത്രമായിട്ട് പറയുകയാണ്. ഇവരെ എല്ലാം ഞങ്ങളുടെ വലതുപക്ഷത്ത് നിൽക്കുന്ന ഹാർഡ് ലൈനേഴ്സ് ബ്ലാങ്കറ്റ് ആയിട്ട് മുസ്ലിം ആണോ തീവ്രവാദിയാണ് എന്ന് പറയുന്ന ഇതിലേക്ക് പോകുന്നത്. ഇനി 2, അമേരിക്കയിലുള്ള ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുന്ന ആരാണ്? വൈറ്റ് നാഷണലിസ്റ്റുകളും കൂക്ലക്സ് ക്ലാനുകളുമാണ്. അവിടുത്തെ മാസ് മർഡർ ഉണ്ടാകുന്നത് വെറുതെ ഒരു സ്കൂളിലേക്ക് ഗണ്ണെടുത്ത് 30-40 പേരെ ഈ വെള്ള തീവ്രവാദികൾ അല്ലെങ്കിൽ വൈറ്റ് സുപ്രീമാസിസ്റ്റ് കൊല്ലുന്നത് നമ്മൾ തീവ്രവാദമായിട്ട് കാണാറില്ലേ? കാണണ്ടേ? അപ്പൊ എല്ലാത്തിലും പ്രശ്നങ്ങളില്ലേ? മുസ്ലിങ്ങളെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്യുന്ന എന്ത്? ഇനി ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ ഇന്ത്യയിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മോബ് ലിഞ്ചിങ്ങിൽ കൊല്ലപ്പെട്ട എല്ലാ ആളുകൾക്കും ഞാൻ എൻ്റെ ഒരു വളരെ ഹാർദവമായ അല്ലെങ്കിൽ ഹൃദയം തൊട്ട ഒരു ആദരാഞ്ജലി ഞാൻ അർപ്പിക്കുകയാണ്. ഓക്കെ, ഒരു ഹാർട്ട്ഫെൽ കണ്ടോളൻസസ് അത് ഞാൻ അർപ്പിക്കുകയാണ്. പിന്നെ അതുകൂടാതെ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്തു തന്നെയായാലും തീവ്രവാദം അത് ആര് ഏത് ലേബലിൽ ചെയ്താലും പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ അംഗീകരിച്ച ആ പ്രെമിസസിൽ നിന്നിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇനി നമ്മുടെ പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീവ്രവാദം ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നു, തീവ്രവാദം ഒരു പ്രോബ്ലമാണ്, അതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നു. ഇസ്ലാമിക് ടെററിസത്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ജിഹാദ് എന്ന ഇസ്ലാമിക് ഒരു റൂളാണ് എന്ന് വരുന്നിടത്ത് അതങ്ങനെയല്ല. ജോസഫ് മാഷെ കൊന്നതും ചേകനൂർ മൗലവിയെ കൊന്നതും ജോസഫ് മാഷെ കൈവെട്ടിയതും ചേകനൂർ മൗലവിയെ കൊന്നതും അത് ഒരു ജിഹാദി ആക്ടിവിറ്റി അല്ല എന്ന് തന്നെയാണ് രാഹുൽ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പം ഞാൻ പറയുന്നു, ഇവിടെ ഒരൊറ്റ ചോദ്യം, കേരളത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? ഒരൊറ്റ ചോദ്യം, കേരളത്തിൽ എത്ര? ഞാൻ അതൊക്കെ ഞാൻ പറയാം. ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിന് ഓവർ പ്ലേ ചെയ്യുന്നോണ്ട് ചോദിക്കുകയാണ്. കേരളത്തിൽ 27% മുസ്ലിങ്ങളും 95 ലക്ഷം മുസ്ലിങ്ങളും ഉണ്ട്. ഇതിൽ 10 പേർക്ക് തലതിരിഞ്ഞു പോയ തീവ്രവാദികളായി പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാർ പോയി ചെയ്തതിന് ബാക്കി 94 ലക്ഷം മുസ്ലിങ്ങൾ എന്ത് പിഴച്ചു? ഓക്കെ, അതായത് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ ആള് തീവ്രവാദി. യു അഗ്രി? കറക്റ്റ്. സംശയമുണ്ടോ? യെസ്, അത് തീവ്രവാദ പ്രവർത്തനമാണ്. അത് ജിഹാദാണോ? അത് ജിഹാദല്ല,
ഓക്കെ തീവ്രവാദമല്ലേ? ഓക്കെ 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 അത് ജിഹാദാണ് താങ്കൾ ഗോഡ്സെ ചെയ്ത സമ്മതിക്കുന്നില്ല. പോട്ടെ ധർമ്മയുദ്ധമല്ലല്ലോ, പോട്ടെ 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 തീവ്രവാദമല്ലേ? സാരല്ല സാരല്ല. അതായത് അത് ജിഹാദ് അല്ലാന്ന് താങ്കൾ സമ്മതിക്കും. ഞാനത് ജിഹാദാണെന്ന് തന്നെയാണ് നമ്മൾ ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പറയാം. താങ്കൾ പറയുന്നു ഇവിടെ 27% മുസ്ലിങ്ങളുണ്ട്, അവർ നിരപരാധികളാണെന്ന് പറയുന്നു. എൻ്റെ ചോദ്യം, ജോസഫ് മാഷെ കൈവെട്ടിയ ആൾ തീവ്രവാദിയാണ് എന്ന് താങ്കൾ പറയുന്നു. അയാൾ പറയുന്ന പ്രവൃത്തി, അയാൾ ചെയ്ത പ്രവൃത്തി തീവ്രവാദ പ്രവർത്തനമാണെന്ന് പറയുമ്പോൾ ഇതേ വ്യക്തി ജയിലിൽ കടന്ന് മത്സരിച്ച് അദ്ദേഹത്തിന് വോട്ട് നേടി അവിടെ ജയിച്ചൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് വോട്ട് കൊടുത്ത് അയാളെ വോട്ട് കെടുത്ത് അവിടെ ജയിപ്പിച്ച ആ മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദിയാണല്ലേ? അല്ല, അങ്ങനെയല്ല. അവര് പ്രോ സിമ്പതൈസേഴ്സും എക്സ്ട്രീമിസ്റ്റ് ലീനിങ്ങുമാണ്. പ്രോ സിമ്പതൈസേഴ്സും എക്സ്ട്രീമിസ്റ്റ് ലീനിങ്ങുമാണ്. അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട പണിയാണ് നമുക്കുള്ളത്. ഒരൊറ്റ വരിയിൽ അങ്ങയുടെ വാദം അങ്ങനെ ഇല്ല ഇല്ല ഒന്നും സംഭവിക്കാനില്ല. ശ്രീ ആരിഫ് ഹുസൈനെ തെളിവാക്കി ഞാൻ പറയാം. ശ്രീ ആരിഫ് ഹുസൈനെ തെളിവാക്കി ഒറ്റ വരിയിൽ ഞാൻ പറയാം. 2014 വരെ അങ്ങയുടെ വ്യത്യസ്ത റൈറ്റിംഗ് എന്ന് മനസ്സിലാക്കാൻ അങ്ങ് വിശ്വാസിയായിരുന്നു. 2013-14 കാലഘട്ടം വരെ. 2010 ജോസഫ് മാഷിന്റെ സംഭവം ഉണ്ടായത്. അങ്ങക്ക് കൈവെട്ടാൻ തോന്നിയോ? അന്ന് വിശ്വാസിയായിരുന്നല്ലോ. തോന്നിയിട്ടുണ്ട്. എന്താ വെട്ടാത്ത? എന്താ വെട്ടാത്ത? നമ്മുടെ നിയമത്തെ പേടിച്ച് മാത്രം. ഇല്ലെങ്കിൽ ഞാൻ വെട്ടിയാണ്. ഡിഗ്രീസ് ഇല്ലേ? അപ്പൊ അവര് ഇവിടുത്തെ നിയമം എന്നെ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വെട്ടാഞ്ഞത്. പച്ചയ്ക്ക് പറഞ്ഞു. അവിടെയാണ് ഞാനതൊന്നുമല്ല. ആ വാദം നിലനിൽക്കില്ല. ആ വാദം നിലനിൽക്കില്ല. കാരണം എന്താണെന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, കക്കുന്നത് തെറ്റാണോ? തെറ്റാണ്. സംശയമുണ്ടോ? കക്കാൻ കൂട്ടു നിൽക്കുന്നത് തെറ്റാണോ? അതും തെറ്റാണ്. എത്ര വ്യത്യാസമുണ്ട് കക്കുന്നതും കക്കാൻ കൂട്ടു നിൽക്കുന്നതും തമ്മിൽ? ഉറപ്പായിട്ട് വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ആയിക്കോട്ടെ, വ്യത്യാസമുണ്ട്. പക്ഷെ എത്ര ആ തെറ്റിനെ നിങ്ങൾ എങ്ങനെയാണ്? ഡിഗ്രീസ് ഓഫ് ഡിഫറൻസ് ഉണ്ട്. അത് ഒരു നമ്പറിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഡിഗ്രീസ് ഓഫ് ഡിഫറൻസ് ഉണ്ട്. ഇനി കക്കുന്നതിന് കോൺസ്പിറസി, അതും ഒരു വേറൊരു ഡിഗ്രിയാണ്. നേരിട്ട് പങ്കെടുക്കാതെ പാർഷ്യലി ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഒരു സ്ഥാനത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ ഭാവിയിൽ ഒരു കളവ് നടത്തുന്ന ആളായി മാറാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, അവരെ എലിമിനേറ്റ് ചെയ്യണോ ഒറ്റപ്പെടുത്തണം? ആരെ? ഈ പറയുന്ന 7 പേരോ അല്ലെങ്കിൽ 10 പേരോ അവരെ സപ്പോർട്ട് ചെയ്തവരെ ഒരു കാരണവശാലും അവര് ചെയ്ത തെറ്റാന്നുള്ള തിരിച്ചറിവ് അവർക്ക് കൊടുക്കണം. കേരളത്തിൽ 100 കണക്കിന് മുസ്ലിം അവരെ എലിമിനേറ്റ് ചെയ്യണം. അവരെ എലിമിനേറ്റ് ചെയ്യണം. തീവ്രവാദ പ്രവർത്തനം നടത്തിയ ആ പ്രവൃത്തി നടത്തി കൈയും കാലും വിപരീത ദിശയിൽ നിന്ന് വെട്ടിയ ആ വ്യക്തിയെ ജയിലിൽ കടന്ന് മത്സരിച്ചപ്പോൾ ജയിപ്പിച്ച ആ മുസ്ലിങ്ങളെ എന്ത് ചെയ്യണം? ആ മുസ്ലിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരണം. ഏലിയനേറ്റ് ചെയ്യണോ? ഏലിയനേറ്റ് ചെയ്യണോ വേണ്ടേ? ഏലിയനേറ്റ് ചെയ്യണോ വേണ്ടേ? ഓക്കെ, അവരെ ഒറ്റപ്പെടുത്തണം. റിഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ റിഫോം ചെയ്യണം. അവരെ നമ്മൾ എന്തെന്നാ വിളിക്കേണ്ടത്? പ്രോ എക്സ്ട്രീമിസ്റ്റ്. ഏതുപോലെ? ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ ദേശഭക്തരാണെന്ന് പറയുന്ന എംപിമാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രപിതാവിനെ കൊന്ന വ്യക്തി രാജ്യസ്നേഹിയാണെന്നും അത് ചെയ്ത വലിയ ആൾക്കാരുണ്ടെന്ന് പറയുന്ന എംപിമാരുള്ള ഒരു നാട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ അവര് ഹോട്ട് ലൈനേഴ്സ് ആണ്. അവരെ ഏലിയനേറ്റ് ചെയ്യണം. യെസ്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതാണ്, അതായത് ഒരു ജിഹാദി പ്രവർത്തനം നടത്തിയ വ്യക്തിയെ ജിഹാദി എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുന്നു? അത് ജിഹാദ് എന്നേ ഞാൻ വിളിക്കുകയുള്ളൂ. അത് ജിഹാദ് തന്നെയാണ്. അത് ജിഹാദ് തന്നെയാണ്. ഞാൻ പറയാൻ വന്ന ചോദ്യം ഇപ്പോഴും എന്നെ മുഴുവനാക്കിയിട്ടില്ല. അത് ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ കൗ ലിഞ്ചിങ്ങും മറ്റു മോബ് ലിഞ്ചിങ്ങും ഒക്കെ നടക്കുന്നു. അതിനൊക്കെ നമ്മൾ അപലപിക്കുന്നു. ലോകത്ത് എവിടെ തീവ്രവാദം നടത്തുമ്പോഴും നമ്മൾ അതിനെ അപലപിക്കുന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു 13 രാജ്യങ്ങളുടെ പേര് പറയാം. അഫ്ഗാനിസ്ഥാൻ, ഇസ്രായേൽ, ഇറാൻ, ലിബിയ, ലബനോൻ, UK, ഇറ്റലി, ജർമ്മനി, റഷ്യ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, സുഡാൻ, ബുർക്കിന ഫാസോ, ഇത്രയും രാജ്യങ്ങൾ. ഇതിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലണ്ടിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലണ്ടിൽ ഷെരിയ ഫോർ UK എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ആവശ്യം അവിടെ നടക്കുന്നു. അതിന്റെ പിന്നിൽ സംസാരിച്ചിട്ടുണ്ട്. അഞ്ജൻ ചൗധരിയാണ് അതിന്റെ ആള്. ഭ്രാന്ത് എന്ന് നിങ്ങൾ പറയും, നമ്മൾ തന്നെയാണ് പറയുന്നത്. മതഭ്രാന്താണെന്ന് നമ്മൾ പറയാ. അല്ല, ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഭ്രാന്താണ്. ഈ ഭ്രാന്തനെ വെച്ച് നിങ്ങൾ മുസ്ലിങ്ങളെ കാണാതെ, നമ്മൾ മുസ്ലിങ്ങളെ അല്ലല്ലോ കാണുന്നത്, നമ്മൾ ഇസ്ലാമിനെയാണ് കാണുന്നത്. എനിക്ക് രാഹുലിനോടുള്ള ഒരേ ഒരു റിക്വസ്റ്റ് വെയിറ്റ് ഞാനൊരു പോയിന്റ് ഇവിടെ അണ്ടർലൈൻ ചെയ്യാണ്. അതായത് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ദയവായിട്ട് രാഹുൽ അവിടെ മുസ്ലിങ്ങളെ കൊണ്ടുവരരുത്. അതാണ് എനിക്കുള്ള ഒരു റിക്വസ്റ്റ്. കാരണം നമ്മളുടെ ടൈറ്റിൽ തന്നെ
ഇസ്ലാം അതൊരു വെറും ഒരു മതമാണോ, മറ്റു മതങ്ങളെ പോലെ ഒരു മതമാണോ എന്നുള്ളതാണ്. അവിടെ ഈ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന തീവ്രവാദികളെയും ജിഹാദികളെയും നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അത് മുസ്ലിങ്ങളെ കാണിച്ചുകൊണ്ട് അവിടെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മുസ്ലിങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ട് മാറുകയാണ്. അത് ദയവായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു വരി പറഞ്ഞോട്ടെ, എന്റെ തർക്കത്തിന്റെ ഇതാണ്. ഇപ്പം അങ്ങ് പറഞ്ഞാണ് 100% ശരി. ഇതന്നെയാണ് നമ്മളിപ്പോഴും പറയുന്നത്. തീവ്രവാദം ചെയ്യുന്നവർ, ഇസ്ലാമിനെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദം ചെയ്യുന്നവർ, ഇസ്ലാമിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതെ, ഇസ്ലാമിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ നിയമമാണ് അവിടെ ഉപയോഗിക്കുന്നത്, അല്ലാതെ ഇസ്ലാമിൽ നിന്ന് വേറെ അത് ദുർവ്യാഖ്യാനമല്ല. നിങ്ങൾ പറയൂ, അത് പറ്റില്ല. അത് തെറ്റായ കോറിലേഷൻസും തെറ്റായ എക്സ്പ്ലനേഷൻസും ആണ്. ഞാൻ ചോദിക്കുന്നു, ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് 5:33 പ്രകാരമാണ്. അതെവിടെയാണ് അതിനകത്തൊരു ദുർവ്യാഖ്യാനം? എവിടെയാണ്? ഇതേ നിയമമാണ് ഇറാനിൽ നടപ്പിലാക്കുന്നത്. അവന് ഖുറാന്റെ ABCD പോലും അറിയില്ല. അവൻ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ സ്വയം സ്റ്റാർ ആകാൻ, തന്റെ സമുദായത്തിന് താനാണ് നായകനെന്ന് തോന്നിക്കാൻ, ഞാൻ എന്റെ സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവനാണ് എന്ന തെറ്റിദ്ധാരണ വരുത്താൻ കുറെ തീവ്രവാദികൾ ചെയ്തതാണ്. ഈ പരിശുദ്ധ ഖുറാൻ ശരിക്കും പഠിച്ച വേറെ ആരെങ്കിലും ഈ സാധനം ചെയ്തില്ലല്ലോ. അത് തെറ്റിദ്ധാരണയല്ല, അതാണ് ജിഹാദ് എന്ന് പറയുന്നത്. സമുദായത്തെ രക്ഷിക്കാൻ, ദീനിനെ രക്ഷിക്കാൻ, ദീനിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ നടത്തേണ്ട ഇസ്ലാമിക നിയമം അത് തന്നെയാണ് അവിടെ നടപ്പിലാക്കിയത്. അതിനെയാണ് നമ്മൾ ജിഹാദ് എന്ന് വിളിക്കുന്നത്. പാണക്കാട് തങ്ങൾ കുടുംബം എന്ന് പറഞ്ഞാൽ പ്രവാചക പരമ്പരയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് രാഹുൽ, ദയവായിട്ട് നമ്മൾ ഇസ്ലാമിനെയും ഇറങ്ങിയില്ലല്ലോ. രാഹുൽ ദയവായിട്ട് അതാ പറഞ്ഞ രാഹുൽ ദയവായിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന സമയങ്ങളിൽ മുസ്ലിങ്ങളെ കൊണ്ടുവരരുത്. അത് ചെയ്യുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ ഇസ്ലാമാന്ന് വരുത്തി തീർക്കാൻ നോക്കുകയല്ലേ? അല്ല, ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് ഇതിന്റെ എല്ലാം പിന്നിൽ ഇസ്ലാം എന്ന ഐഡിയോളജി നോക്കി വിടാം, ഇസ്ലാം എന്ന ഐഡിയോളജിയാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുകയല്ലേ? വരുത്തി തീർക്കുന്നതല്ല, അതങ്ങനെയാണ്. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പോൾ 4 ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ പേര് പറഞ്ഞു, അതിൽ ഒരെണ്ണം പറയുമ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റുന്നു. ബാക്കി 3 ഞാൻ പറയാണ്: താലിബാൻ, ഐസിസ് ആൻഡ് അൽ ഷബാബ്. ഈ 3 ഈ മൂന്ന് ടെറർ ഓർഗനൈസേഷനിലും അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അനിസ്ലാമികമായിട്ടുള്ള ഒരു സാധനം പറയും. കൃത്യമായ മറുപടി. ഞാൻ ഹമാസിനെ അങ്ങ് മാറ്റുന്നത്, ഹമാസിനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വീക്ക് വിക്കറ്റിലാകും. യുണൈറ്റഡ് നേഷൻസിന്റെ ചീഫ് പോലും ആ ആക്രമണങ്ങളെ അദ്ദേഹത്തിന്റെ നിലപാടിന് യോജിപ്പില്ല, പാർഷ്യലി ന്യായീകരിക്കുന്നത് ഇസ്രായേൽ പാലസ്തീന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട്. 2, താലിബാൻ തീവ്രവാദിയാണെന്ന് ഒരു നിമിഷത്തേക്ക് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ താലിബാനിലെ തീവ്രവാദികളെ ഇന്ത്യൻ ഗവൺമെന്റും അജിത് ഡോവലും നരേന്ദ്രമോദിജിയും കോഴിക്കോട് IIM എന്തിനാ? അങ്ങനെയല്ല. അതൊക്കെ വേറെ വിഷയം. അതെല്ലാം വേറെ വിഷയം. തീവ്രവാദികളാണ് എന്തിനാ ഇന്ത്യൻ ഗവൺമെന്റ് അവരെ തിരിച്ചു സ്വീകരിക്കുന്നത്? അപ്പം താലിബാൻ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. താലിബാനോട് എനിക്ക് യോജിപ്പില്ല, പക്ഷെ താലിബാൻ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. 2, ഐസിസ് പോലുള്ള ഓർഗനൈസേഷൻസ് എക്സ്പ്ലിസിറ്റ്ലി തീവ്രവാദികളാണെന്ന് നമുക്ക് പറയാം. ഇതിൽ ഗ്രേഡ് വ്യത്യാസം ഇല്ലേ? പോപ്പുലർ ഫ്രണ്ടും ഉണ്ട്, ഗ്രേഡ് വ്യത്യാസം ഇല്ലേ? മുസ്ലിം ലീഗ് നല്ലതും പോപ്പുലർ ഫ്രണ്ട് ചീത്തയല്ലേ? പറയട്ടെ, അതായത് നമ്മൾ ഇവിടെ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈവൻ ഹിറ്റ്ലർ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഹിറ്റ്ലറുമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. പല കാര്യങ്ങൾ നീക്കുപോക്കുകൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. അതല്ല ഇവിടെ വിഷയം. ഞാൻ ചോദിക്കുന്നത്, അവർ ചെയ്യുന്ന അട്രോസിറ്റീസ് അതിൽ അനിസ്ലാമികമായിട്ടുള്ളത് ഒരെണ്ണം പറയൂ. അവർ ചെയ്യുന്ന ഈ കാര്യം ഇസ്ലാമിൻ എന്ന് പറയുന്ന മതത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാതെ അവരുടേതായിട്ടുള്ള അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ ഇസ്ലാം എന്ന റിലീജിയനെ ദുരുപയോഗം ചെയ്യാണ്. ഏതുപോലെ എന്ന് പറയാം, ഞാൻ എന്റെ കയ്യിൽ വളരെ പ്രൗഢമായി സ്വസ്തികം ചെയ്യുന്നതാണ്. ഹിറ്റ്ലർ തീവ്രവാദിയാണോ? അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താ? തീവ്രവാദിയാണ്. എന്തുകൊണ്ടാണ്? അത് ആര്യന്മാരുടെ കുഴപ്പമാണോ? സ്വസ്തികത്തിന്റെ കുഴപ്പമാണോ? ഹിറ്റ്ലർ എന്ന ഒറ്റ വരി ഞാൻ നിർത്താം. ഹിറ്റ്ലർ എന്ന തീവ്രവാദി, നാസി എന്ന് പറയുന്ന ഈവിൾ, ആര്യൻ എന്ന് പറയുന്ന ഞാൻ അടക്കം ജനിച്ച മഹത്തരമായ വംശത്തിന്റെ ഏറ്റവും നെഗറ്റീവ് ഫേസ് ആണ്. കാര്യം ഇതിന്റെ പേരിൽ 60 ലക്ഷം ജൂതന്മാരെ കൊന്നതാണ്. ഇനി 2 ജൂതന്മാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ജൂതന്മാർ ഇന്ന് പലപ്പോഴും ഗസേലോ അല്ലെങ്കിൽ അവരുടെ ഹാർട്ട് ലൈനേഴ്സും അൾട്രാ റൈറ്റ് വിംഗേഴ്സും ചെയ്യുന്ന ശരിയാണോ? ഒരു കാലത്ത് അവര് നേരിട്ട അതേ ആക്രമണം ഇന്ന് ഗസയിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം അവരിൽ നല്ലവരും ചീത്തവരും ഇല്ലേ? ഇതില് ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് വൈറ്റും ബ്ലാക്കും അല്ലാതെ ഒരുപാട് ഗ്രേ ഏരിയാസ് ഇല്ലേ? അത് കാണാതിരിക്കുന്നത് എങ്ങനെയാ? അതൊക്കെ കണ്ടിട്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു സാധനം നിങ്ങൾ പറയും. ഇവർ ചെയ്യുന്ന എല്ലാ കന്നന്തിരിവും, ഇവർ ചെയ്യുന്ന എല്ലാ ഈ തെറ്റ് കാര്യങ്ങളും അനിസ്ലാമികമാണ്. ഇവർ ചെയ്യുന്ന ഈ തെറ്റുകളെല്ലാം അനിസ്ലാമികം തന്നെയാണ്.
ഞാൻ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അവിടെ താലിബാൻ ചെയ്യുന്നത് മാത്രം നമ്മൾ എടുക്കുക. താലിബാൻ അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. താലിബാൻ അവിടെ വസ്ത്രധാരണം അവിടെ നിഷ്കർഷിക്കുന്നു. ഹിജാബ് നിയമം ഇസ്ലാമിൻ്റെ നിയമമാണ്. താലിബാൻ സ്ത്രീകളെ ജോലിക്ക് വിടാതെ അവിടെ നിർബന്ധിച്ച് വീട്ടിനകത്ത് ഇരുത്തുന്നു. ഇസ്ലാമിൻ്റെ നിയമമാണ്. താലിബാൻ അവിടെ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളെ എറിഞ്ഞു കൊല്ലുന്നു, തല്ലിക്കൊല്ലുന്നു. ഇസ്ലാമിൻ്റെ നിയമമാണ്. നിങ്ങൾ പറയൂ, ഇവിടെ ഇതേ സാധനം തന്നെയല്ലേ ഇവിടുത്തെ സമസ്തയും ചെയ്യുന്നത്? അത് ഇസ്ലാമിന്റെ നിയമം തന്നെയാണ്. ഞാൻ ഇടപെടുന്നില്ല. എവിടെയാണ് ഈ ഹിജാബിന്റെ നിയമം ഖുറാനിൽ വരുന്നത്? യു ഷുഡ് ഡ്രസ് മോഡസ്റ്റ്ലി. അതിനു മുമ്പ് പറയുന്ന നമ്മൾ ആണുങ്ങൾക്ക് ഒരു വലിയ വചനമുണ്ട്, നിങ്ങൾ സ്ത്രീകളുടെ സമക്ഷത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് മാന്യത ഉണ്ടാകണമെന്നും. ഈ പറയുന്ന ഡ്രസ് കോഡ് ഈ അർത്ഥത്തിൽ എവിടെയാണ് ഇസ്ലാമിൽ, പരിശുദ്ധ ഖുറാനിൽ, ഹദീസുകളിലല്ല, ഖുറാനിൽ എവിടെയാണ് നിഷ്കർഷിക്കുന്നത്? ഇസ്ലാമിലെ, നിങ്ങൾ കോണ്ടെക്സ്റ്റിൻ്റെ ആളായതുകൊണ്ട് ഞാൻ ഇസ്ലാമിലെ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് മുഹമ്മദ് നബിയും കൂട്ടാളികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗാന്ധിജിയൊക്കെ വലിയ തോതിൽ പുകഴ്ത്താറുള്ള നമ്മളുടെ ഉമറിൻ്റെ ഭരണം വരണം എന്നൊക്കെ പറയുന്ന ആ ഉമറിൻ്റെ ഒരു കണ്ണന്തിരിവാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ കൂട്ടാളികൾ പൂവാലന്മാരായിരുന്നു. അവർ രാത്രി അവിടെ കറങ്ങി നടന്നിട്ട് ഇരുട്ടിൻ്റെ മറവിൽ സ്ത്രീകളെ കയറി പിടിക്കും, അവരെ നോക്കി തോണ്ടും, അവരെ എല്ലാ തോന്നിയാസം ചെയ്യുന്ന ആളുകളാണ്. മുഹമ്മദ് നബി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിരുന്ന കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മുഹമ്മദ് നബിയുടെ ഭാര്യമാർ പെടുന്നു, അതല്ലെങ്കിൽ മറ്റ് സ്വതന്ത്രരായിട്ടുള്ള സ്ത്രീകൾ പെടുന്നു. അതായത് ആ കാലഘട്ടത്തിൽ അവിടെ സ്വതന്ത്ര സ്ത്രീകളും അടിമ സ്ത്രീകളുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ഉമർ എന്ന് പറയുന്ന, ഉമറിൻ്റെ ഭരണം എന്ന് പറയുന്നതിൽ ഉമർ അവിടെ വന്നിട്ട് മുഹമ്മദ് നബിയോട് നിരന്തരം ആവശ്യപ്പെടുകയാണ്, എൻ്റെ പൊന്ന് മുഹമ്മദ്, ഈ പറയുന്ന ഈ ഹിജാബ് ഒന്ന് നിർബന്ധമാക്കുക. അതായത് സ്വതന്ത്ര സ്ത്രീകളടുത്ത് ഇത് മൂടിയിട്ട് നടക്കാൻ പറ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കും, അവരെ ഞങ്ങൾ തോണ്ടില്ല, പിടിക്കില്ല, അവർക്ക് സുരക്ഷിതരായിട്ട് പോകാം എന്ന് പറയണം. അതായത് ബാക്കിയുള്ള ഇത് ഇടാത്ത ആളുകൾ അവിടെ ഒരു റേപ്പ് ചെയ്യാൻ വരെയുള്ള അവസരമാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് മുഹമ്മദ് നബി ആദ്യം നിഷേധിച്ച് നടന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിയുടെ ഒരു ഭാര്യ ഇതുപോലെ ഒരു ദിവസം വെളിക്ക് പോയ സമയത്ത് ഇതേപോലെ ഉമർ കാണുന്നു. അത് ആ ഭാര്യയെ കണ്ടെത്തുന്നു. ഭാര്യ പോയിട്ട് മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്. മുഹമ്മദ് അപ്പോൾ വലിയ വിഷമായി, സ്വന്തം ഭാര്യനെ വരെ ഈ സ്വന്തം കൂട്ടാളികൾ ഇതുപോലെ വായി നോക്കുന്ന അവസ്ഥ വന്നപ്പോൾ അടുത്ത ദിവസം വന്നിട്ട് പറയുകയാണ്, ഹിജാബിൻ്റെ വേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, ഇനി മുതൽ സ്വതന്ത്രരായിട്ടുള്ള സ്ത്രീകൾ ഇത് മൂടിയിട്ട് നടക്കണം. അപ്പോൾ ഇസ്ലാമിൽ ഈ ഹിജാബിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്വതന്ത്ര സ്ത്രീകളെയും അടിമ സ്ത്രീകളെയും വേർതിരിച്ചറിയാനും, സ്വതന്ത്ര സ്ത്രീകളെ ഇവരുടെ പൂവാല ശല്യത്തിൽ നിന്ന് രക്ഷിക്കാനും, അടിമ സ്ത്രീകൾ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കാഫിറുകളായിട്ടുള്ള ആളുകളെയും ഇതുപോലെയുള്ള പൂവാല ശല്യത്തിന് പാത്രമാക്കാനും എളുപ്പമാക്കി ഒരു ചുമന്ന വരയിട്ട് കൊടുക്കുന്ന പണിയാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. ഒന്നത്. ഇനി രണ്ട് ഇത് ആരോപണമൊന്നുമല്ല, ഇതൊക്കെ ഖുറാനിലെ ഹിജാബിൻ്റെ കോണ്ടെക്സ്റ്റ് തന്നെയാണ്. നമ്മൾ എക്സ് മുസ്ലിംസ് ആണെന്നുള്ളത് മറന്നു പോകരുത്. ഇനി ഇതിൽ അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നിയമം, ഈ ഹിജാബ് ആൻഡ് ചാസ്റ്റിറ്റി എന്ന വാക്ക്, അതായത് ചാരിത്രം എന്ന വാക്ക് തന്നെയാണ് ഈ ഹിജാബിനോടൊപ്പം എപ്പോഴും എടുത്ത് പറയുക. ഈ മോഡസ്റ്റി എന്ന് പറയുന്ന വാക്ക് ആധുനിക ലോകം നൽകിയ ഒരു വ്യാഖ്യാനം മാത്രമാണ്. ഇസ്ലാമിൽ ഇത് ചേർത്ത് വെക്കുന്നത് ചാരിത്രം എന്ന് പറയുന്ന വാക്കുമായിട്ടാണ്, മോഡസ്റ്റി അല്ല, എംപവർമെൻ്റ് അല്ല. മാത്രമല്ല ഇതേ ഉമർ ഒരു അടിമ സ്ത്രീ, നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഒരു അടിമ സ്ത്രീ ഒരു ദിവസം ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അടിമ ഇങ്ങനെ തലയിൽ ഹിജാബൊക്കെ ഇട്ട് നടക്കുന്നു. അപ്പോൾ ഉമർ ചോദിക്കുകയാണ്, നിന്നെ ആരെങ്കിലും മോചിപ്പിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ഇല്ല, മോചിപ്പിച്ചില്ല. പിന്നെ നിന്നോട് ആര് പറഞ്ഞു ഈ ഹിജാബ് ഇടാനെന്ന് ചോദിച്ചിട്ട് മര്യാദയ്ക്ക് ഊരടി എന്ന് പറയുന്നു. ആ കുട്ടി ഊരുന്നില്ല. ഇത് സംഖ്യയല്ല കേട്ടോ ഊരിക്കുന്നത്, ആലോചിക്കണം. അപ്പോൾ ഉമർ കയ്യിലിരുന്ന വടി കൊണ്ട് ആ പെണ്ണിനെ തല്ലിയിട്ട് അത് ഊരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇസ്ലാമിലെ ചാരിത്രവും ഈ ഹിജാബ് എന്ന് പറയുന്നത്. ഇനി ഈ ഇറാൻ പോലെയുള്ള ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് അടിച്ചേൽപ്പിച്ചിരുന്ന ആ സ്ഥലങ്ങളിൽ നാഷണൽ ഹിജാബ് ഡേ എന്ന് പറഞ്ഞിട്ട് അവർ വെക്കുന്നത് ജൂലൈ 22 എങ്ങാണ്ടാണ്. ആ സമയത്ത് അവിടെ അവർ ഉപയോഗിക്കുന്ന വാക്ക് ചാസ്റ്റിറ്റി എന്ന വാക്ക് തന്നെയാണ്. ഹിജാബ് ആൻഡ് ചാസ്റ്റിറ്റി എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇസ്ലാമിലെ ഹിജാബ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് ഒപ്രഷൻ ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് റേപ്പ് കൾച്ചർ. ഇതാണ് ഇസ്ലാമിലെ ഹിജാബ്. ഇതിനപ്പുറത്തേക്കുള്ള ഇപ്പുറത്തേക്ക് ഇത് പറയേണ്ട സമയത്ത് ഇത് പറയാൻ സമ്മതിക്കാതെ, ഇത് ചോയ്സാണ്, ഡ്രസ്സാണ്, ഇത് മോഡസ്റ്റിയാണ്, ഇത് എംപവർമെൻ്റ് ആണെന്ന് പറഞ്ഞാൽ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇന്നിവിടെ അടിമ സ്ത്രീകളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഹിജാബ് ഇടാൻ അടിമ സ്ത്രീക്ക് അവകാശമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അതിനെ എതിർത്ത് ഇവിടുത്തെ ഇസ്ലാമിക സമൂഹം മുന്നോട്ട് വരുമ്പോൾ രാഹുൽ അടിമ സ്ത്രീകൾക്ക് ഹിജാബ് ഇടാനുള്ള അവകാശത്തിനോടൊപ്പം നിൽക്കില്ല. ഇതാണ് എനിക്ക് അറിയേണ്ടുള്ളൂ. അവിടെയാണ് അങ്ങ് ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫാക്സിനെ കോണ്ടെക്സ്റ്റ് മാറ്റി അപ്ലൈ ചെയ്യാം. ഞാൻ ഇപ്പൊ അങ്ങ് ഫാക്ടിന്റെ ആളാണ്. ഇതാണ് കോണ്ടെക്സ്റ്റ്. ഞാനൊരു ഫാക്ട് ചോദിക്കാം. ഇന്നത്തെ ഇന്ത്യ 2024 ജൂൺ 30 ഇന്ത്യയിൽ 18 വയസ്സായ ഒരു പെൺകുട്ടിക്ക് മാറു മറയ്ക്കാൻ GST കൊടുക്കണം. എന്നാൽ 18 വയസ്സായ ഒരു പയ്യന് മദ്യപിക്കാൻ GST കൊടുക്കണ്ട. ഇതൊരു ഫാക്ട് ആണോ? അങ്ങനെ അറിയായിരിക്കുമല്ലോ അല്ലെ? അതായത് നമ്മുടെ ഡ്രസ്സിന് 5% 12% GST ഉണ്ട്. നമ്മുടെ നഗ്നത മറയ്ക്കാൻ നമ്മൾ ഗവൺമെന്റിന് 12% ടാക്സ് കൊടുക്കണം. എന്നാൽ മദ്യപിക്കാൻ നമ്മൾ GST കൊടുക്കണ്ട.
മദ്യപാനത്തിന് GST ആപ്ലിക്കബിൾ അല്ല. നാളെ 100 വർഷം കഴിഞ്ഞ് അന്നത്തെ ഒരു രാഹുൽ ഈശ്വറും ആരിഫ് ഹുസൈനും പറയുകയാണ്, എന്തൊരു രാജ്യമാണ് ഇന്ത്യ, പെൺകുട്ടികൾ നഗ്നത മറയ്ക്കാൻ 12% ടാക്സ് ഗവൺമെന്റിന് കൊടുത്തു, പക്ഷേ ആൺകുട്ടികൾ മദ്യപിച്ച് നശിക്കാൻ അവർക്ക് ടാക്സ് വേണ്ട. അപ്പൊ വേറൊരാൾ ചോദിക്കുകയാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് വേറെയില്ലേ? അങ്ങനൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് ഫാക്ട് ആണോ? ശരിയാണ്, ടാക്സ് ഉണ്ടോ? 12% ടാക്സ് ഉണ്ട്. മദ്യത്തിന് ടാക്സ് ഉണ്ടോ? ടാക്സ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് പെൺകുട്ടികളുടെ നഗ്നത മറയ്ക്കാൻ ടാക്സ് മേടിക്കുകയാണോ? അല്ലെങ്കിൽ ആൺകുട്ടികൾ നശിച്ചോട്ടെ എന്ന് വെച്ച് ടാക്സ് മേടിക്കാത്തതാണോ? അപ്പം കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റി ഡീമണൈസ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് എന്നത് സംശയിച്ചാൽ എങ്ങനെ ബുദ്ധിമുട്ടും? അതായത് അറേബ്യയുടെ ചരിത്രം, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അറേബ്യയുടെ ചരിത്രത്തിൽ പരിശുദ്ധ ഇസ്ലാമിക പണ്ഡിതരിൽ നിന്ന് പഠിച്ചതാണ്, വൈൻ വുമൺ വാർ എന്ന അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞിരുന്ന വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. ഇവരിലേക്ക് ഒരു ഓർഡർ ആണ് പ്രവാചകൻ കൊണ്ടുവരുന്നത്. പ്രവാചകൻ നേരത്തെ പറയുന്ന പോലെ ഇന്നൊരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതല്ല, പ്രവാചകന്റെ കോൺഷ്യസ്നസ്, ബോധതലത്തിൽ മനസ്സിൽ സമൂഹത്തിലെ വിഷയങ്ങളോട് പ്രതികരിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ദൈവീകമെന്ന് വിശ്വസിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉൾവിളി തോന്നുന്ന കാര്യങ്ങളിൽ അദ്ദേഹം റെവലേഷനായി പറയുന്ന കാര്യങ്ങളാണ്. എല്ലാ പ്രവാചകന്മാരും, അത് യേശു ക്രിസ്തു, അത് മോസസ് മലമുകളിൽ പോയി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് റെവലേഷൻ വരുന്നുണ്ട്. എബ്രഹാം അടക്കമുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ വ്യത്യസ്ത പ്രവാചകന്മാർ അല്ലെങ്കിൽ ദൈവദൂതന്മാർ, അല്ലെങ്കിൽ ഡേറ്റീസ്, ദേവതകൾ എന്നാണ് ഞങ്ങൾ ഹിന്ദുക്കൾ വിളിക്കുന്നത്, ഇവർക്കുണ്ടാകും. ഇവരെ മനഃപൂർവ്വം മോശക്കാരാക്കാനും ഡീമണൈസ് ചെയ്യാനും അവര് വളരെ ഇതിന്റെ മറ്റൊരു കാര്യമാണ്, ഞാൻ സ്ഥിരം ഹിന്ദു എന്ന രീതി ശ്രീകൃഷ്ണനെ കുറിച്ച് കേൾക്കാറുണ്ട്. ശ്രീകൃഷ്ണൻ കണ്ടോ കുളിക്കുന്ന സ്ഥലത്ത് പോയി ഒളിഞ്ഞു നോക്കി, ഗോപ സ്ത്രീകളുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി, ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു. ഇതെല്ലാം കോണ്ടെക്സ്റ്റ് ഇല്ലാതെ പറയുന്ന കാര്യങ്ങളാണ്. ടെക്നിക്കലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ശ്രീകൃഷ്ണൻ 16,000-ഓളം സ്ത്രീകളെ സംരക്ഷിച്ചിരുന്നു, 8 പേരെ കല്യാണം കഴിച്ചു. ഒരു മോശം വാക്ക് ഉപയോഗിച്ച് ശ്രീകൃഷ്ണൻ 16,000 ആൾക്കാരെ എന്താ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധനത്തിൽ വെച്ചു എന്ന് പറയുകയാണെങ്കിൽ വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് വേദന ഉണ്ടാവും. കാര്യം അങ്ങനെയല്ല, ശ്രീകൃഷ്ണൻ 8 ഭാര്യമാരുണ്ട്, 16,000 പേരെ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി അദ്ദേഹം അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തു. അവര് ശ്രീകൃഷ്ണൻ എന്തെങ്കിലും കണ്ടും കാണാം. അപ്പോൾ ഇതിന്റെ കോണ്ടെക്സ്റ്റുകളൊക്കെ മാറ്റി ഇസ്ലാം ചീത്തയാണ്, അതാണല്ലോ അങ്ങയുടെ പ്രിമൈസ്. ഇത് അങ്ങ് പറയുന്ന ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന ആർഗ്യുമെന്റ് ആണ്. അതാണ് മറ്റേ ഗ്രീറ്റ് വിൽഡേഴ്സ് അടക്കമുള്ള നെതർലാൻഡിലെ ആൾക്കാർ പറയുന്നത്. അതായത് മുസ്ലിങ്ങൾ നിഷ്കളങ്കരാണ്, ഇസ്ലാം എന്ന ഐഡിയോളജിയുടെ തടവറയിലാണ് അവർ. ഇതാണ് അതിന്റെ അടിസ്ഥാന പരിപ്രേക്ഷ്യം. ഇതാണ് പറയുന്നത്. നേരെ തിരിച്ച് എന്റെ വാദഗതി, ഇസ്ലാമോ ഹിന്ദുവോ ക്രിസ്ത്യനോ ബൗദ്ധമോ അല്ല, എല്ലാ മതങ്ങളിലും നല്ലതും ചീത്തയായ എലിമെന്റ് ഉണ്ട്. അതിലെ ചീത്ത എലിമെന്റിനെ യൂസ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യുകയും അബ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാവുന്നതാണ്. ഓക്കെ, അത് സാധ്യമല്ല എന്നുള്ളതാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത്. കാരണം ഇസ്ലാം എന്ന ഐഡിയോളജിയെ ഇപ്പോൾ അതിനകത്തൊരു പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും താങ്കളടക്കം ജിഹാദ് ഒരു പ്രശ്നമല്ല, ജോസഫ് മാഷ കൈവെട്ടിയത് ഒരു ജിഹാദി പ്രവർത്തനമല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇറ്റ് ഈസ് ലെജിറ്റിമൈസിങ് ജിഹാദ് ആൻഡ് ഇസ്ലാമിക് ടെററിസം. അതിവിടെ ലോകത്ത് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. രാഹുലിന് അത് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും. ഇനി ഞാൻ ചോദിച്ച ചോദ്യം ഇതൊന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിച്ചു. ഇസ്ലാമിലെ നിയമപ്രകാരം സ്വതന്ത്ര സ്ത്രീക്ക് മാത്രമാണ് ഹിജാബ് ഇടാനുള്ള അവകാശമുള്ളൂ. അടിമ സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവൾക്ക് മാറു മറയ്ക്കാനുള്ള അവകാശം ഇസ്ലാമിലില്ല. മാറു മറയ്ക്കാനുള്ള അവകാശം ഇസ്ലാമിൽ ഇല്ല, മുസ്ലിം ആണെങ്കിൽ പോലും ആ അടിമ. ഇതാണ് ഇസ്ലാമിലെ നിയമം. അപ്പം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നത് ഇത് കംപ്ലീറ്റ് ആവില്ല. ഒരൊറ്റ കാര്യം, 1 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ നാട്ടിൽ ചില സമുദായങ്ങൾക്ക് മാറു മറയ്ക്കാൻ അവകാശമില്ലാത്ത കേരളത്തിൽ ഇരുന്നാണ് നമ്മൾ 1400 വർഷം മുമ്പ് മെക്കയിലെ ആൾക്കാരെ കുറ്റം പറയുന്നത്. നമ്മുടെ സ്വന്തം കേരളത്തിൽ 100 വർഷം മുമ്പ് ചാന്നാർ മറയ്ക്കാനുള്ള, അല്ലെങ്കിൽ ശരിക്കും ടെക്നിക്കലി അങ്ങനെയല്ല, നായർ സ്ത്രീകളെ പോലെ ഡ്രസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതാണ് സാറൊക്കെ പറയുന്നുണ്ട്, നങ്ങേലിയുടെ കഥയൊക്കെ സിംബോളിക് ആണ്, സബ്സ്റ്റാൻഷ്യൽ അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആ 1 നൂറ്റാണ്ട് മുമ്പ് പോലും ഈ പ്രശ്നം ഉണ്ടായിരുന്ന മലയാളികളായ ആരിഫ് ഹുസൈനും രാഹുൽ ഈശ്വറുമാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മെക്കയെ കുറ്റം പറയുന്നത്. അതിനെന്തർത്ഥം? അത് അർത്ഥമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതാ നേരത്തെ ചോദിച്ച ചോദ്യം. ഇന്ന് ഇവിടെ അടിമ സ്ത്രീകളുണ്ട് എന്നുണ്ടെങ്കിൽ, ഇസ്ലാമിൽ ഇപ്പോഴും അടിമത്തം ഹലാലാണെന്നിരിക്കെ ഇന്നിപ്പോൾ ഇവിടെ അടിമകളുണ്ടായാൽ, ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആ ഹോസ്റ്റേഴ്സിനെ അവർ അടിമകളായിട്ടാണ് അവിടെ വെക്കുക. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ അത് സബയ എന്ന് തന്നെയാണ് വിളിക്കുക. ഇസ്ലാമിലൊരു യൂസേജ് തന്നെയാണത്. അവരെ അടിമ, അവരെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ എന്നാണ് വിളിക്കുക. അതുകൊണ്ടാണ് അവരെ റേപ്പ് ചെയ്യുന്നത്, അവരെ ഗർഭിണികളാക്കുന്നത്. അതേപോലെ ഇപ്പോൾ നൈജീരിയയിൽ പിടിച്ചുകൊണ്ട് പോകുന്നു, സുഡാനിൽ പിടിച്ചു, ഇതൊക്കെ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ഇപ്പോഴും അത് ആ ജിഹാദികൾ അത് നടത്തുന്നുണ്ട്. ഇസ്ലാമിക തീവ്രവാദികൾ ഇസ്ലാമിൻ്റെ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നടത്തുന്ന, വളരെ കൃത്യമായി ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്ന കാര്യമാണ് ഈ പറയുന്ന റേപ്പ്. ബാക്കി രാജ്യത്തെ പട്ടാളക്കാർ ചെയ്യുമ്പോഴോ? ഞാനതാ പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു അത് പറഞ്ഞുതരാം. ആ ബേസിക് ഡിഫറൻസ് രാഹുലിന് പിടിയിട്ടില്ല. അതാണ് ഇതിലെ പ്രശ്നം. അതായത് ഒരു ക്രൈം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വിംസ് ആൻഡ് ഫാൻസി വെച്ചിട്ട് നിങ്ങൾക്കൊരു ക്രൈം ചെയ്യാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു ക്രൈമിന് എതിരാണ്.
പക്ഷേ നിങ്ങളെക്കൊണ്ട് ഈ കിതാബിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളിത് ചെയ്തോളണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാം. അവിടെയാണ് ഇസ്ലാമും ഈ ക്രൈമും തമ്മിൽ. ഒരു ഞാൻ വരി പറഞ്ഞുതരാം മാത്രം, ഞാൻ കുറച്ച് പറഞ്ഞുതരാം ഞാൻ sarcastic പറഞ്ഞുതരാം tone ൽ, ഒരു വരി ചെറുതായിട്ട് ഇത് ഒരു ഇത് sarcastic ഇത് tone ൽ പറയാൻ ആ അനുവദിക്കണം. ഓക്കെ ഒരൊറ്റ വരി, ഒരു സർക്കാസ്റ്റിക് ടോണിൽ. അയ്യോ എനിക്ക് ചെയ്യണ്ട, പക്ഷെ ഈ പുസ്തകം എന്നെ റേപ്പ് ചെയ്യാൻ നിർബന്ധിക്കുന്നു, ഞാൻ പോയി റേപ്പ് ചെയ്യട്ടെ എന്നാണോ ആരെങ്കിലും പറയുന്നത്? യെസ് അങ്ങനെ അതെ റേപ്പ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞുതരാം, ഉദാഹരണം പറഞ്ഞുതരാം ജോർജ് സോറോസ് എന്ന ലോകത്തിലെ ഉദാഹരണം പറഞ്ഞുതരാം. സി പ്ലീസ്, നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പോവാണ്. സബ്ജക്റ്റിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പോവാണ്. ഇവിടെയാണ് അങ്ങ് ലോകത്തിൽ നടക്കുന്ന എല്ലാ തിന്മയും ഖുറാനിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ തിന്മയും ഇസ്ലാമിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അങ്ങനെയല്ല. അതായത് ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന തിന്മകൾ അത് ഇസ്ലാമിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് തന്നെ ഞാൻ ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും ഇസ്ലാമിന്റെ നിയമമാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. എല്ലാ റേപ്പും അത് ഇസ്ലാമിനെ കൊണ്ട്. പ്ലീസ് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഇത് ഇടപെട്ടാൽ തീരില്ല. ഓക്കെ, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ക്രൈം ഇവിടെ ഉണ്ട്. ചില ക്രൈമുകൾ ആളുകളുടെ സൈക്കോളജിക്കലായിട്ടുള്ള അവരുടെ മറ്റു കാരണങ്ങൾ കൂടി നടക്കുന്നത് പോലെ തന്നെ ഇവിടെ മതം പ്രേരിപ്പിച്ചുകൊണ്ട് മതത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു സർക്കാസം പറഞ്ഞു, ഞാനൊരു സർക്കാസം അങ്ങോട്ട് പറഞ്ഞുതരാം. ഇവിടെ ജോസഫ് മാഷ കയ്യും കാലും വിപരീത ദിശയിൽ നിന്ന് വെട്ടാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ ഒരുത്തൻ മദ്രസയിലിരുന്ന് ഉറങ്ങിയവനാണ്. അവൻ വെട്ടിയിട്ടാണ് മാഷയുടെ ആ ഇടത്തെ കൈക്ക് വെട്ടുകൊണ്ടത്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ മദ്രസയിൽ പഠിക്കുമ്പോൾ ഉറങ്ങാതിരുന്ന് മുഴുവൻ പഠിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെട്ടുമാറി കുത്തും, ഇതുപോലെ കുത്തുമാറി കുത്തേണ്ടി വരും. അത് പാടില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്രൈം ഉണ്ട്, കുറ്റകൃത്യങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ക്രൈംസ് അത് മതപ്രേരിതമാണെന്ന് മാത്രമല്ല, അത് മതം ഒരു സ്പെഷ്യലായിട്ട് അത് എൻഫോഴ്സ് ചെയ്യുന്ന സാധനമായിട്ട് മാറുന്നിടത്താണ് ഇസ്ലാം അവിടെ പ്രതികൂട്ടിലാവുന്നത്. ഇസ്ലാമിൽ അത് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുന്ന മതമാണ്. യെസ്, ഇതിന്റെ മറു വേർഷൻ അല്ലേ എല്ലാ ദിവസവും രാവിലെ പാല് പോയി മേടിച്ചിരുന്ന അങ്കിളെന്ന് വിളിച്ചിരുന്ന ഗുജറാത്തിലെ ബ്രാഹ്മണരിൽപ്പെട്ട 12 പേരിലെ 10 പേർ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന പ്രഗ്നന്റ് ആയ സ്ത്രീയെ ഗാങ് റേപ്പ് ചെയ്യുകയും അവരുടെ 3 മാസമായ കുട്ടിയെ കൊല്ലുകയും കുറച്ചു കാലം കഴിഞ്ഞ് അവരെല്ലാം ബ്രാഹ്മണരാണ് എന്ന് അവിടുത്തെ ഒരു ജനപ്രതിനിധിയും പറയുന്നത് ഞങ്ങൾ ഏതെങ്കിലും ബ്രാഹ്മണരുടെ കുറ്റം കൊണ്ടാണോ? ഇതുപോലത്തുള്ള പെർവേർട്ടുകൾ എല്ലാ സമുദായത്തിലും ഉണ്ടാകും. അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ടാകും ഏതെങ്കിലും കാര്യങ്ങൾ. അങ്ങനെയാണ് അസിഫ എന്ന 7 വയസ്സുകാരിയായ ബക്കർവാൾ മുസ്ലിമിനെ സാഞ്ചിറാം എന്ന് പറയുന്ന കാശ്മീരിലെ വ്യക്തി മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുന്നു, അതുകൊണ്ട് ഇവരെ പോലുള്ളവരെ ഇന്നേ ഇല്ലാതാക്കണം എന്ന് ചിന്തിച്ച് റേപ്പ് ചെയ്യുന്നത്. ഇത് പോലീസ് എഫ്ഐആറിലെ എക്സാക്ട് വാചകമാണ്. ഇവിടെ മുസ്ലിങ്ങൾ കൂടുന്നു, പോപ്പുലേഷൻ കൂടുന്നു എന്ന ഇത് തന്നെയാണ് യൂണിഫോം സിവിൽ കോഡിന്റെ അടിസ്ഥാനം. ഈ മുസ്ലിങ്ങൾ കൂടുന്നു എന്ന് പറഞ്ഞ് ഇവരെല്ലാം ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇരുന്ന് എന്തിനാ? അങ്ങനെയൊന്നുമല്ല, ഇവരെല്ലാം ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇരുന്ന് എന്തിനാ? ഇതേപോലെയല്ലേ ഉള്ളൂ ഈ പ്രാന്തം. ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ബിൽക്കിസ് ബാനുവിനെ അതുപോലെ റേപ്പ് ചെയ്തു, ആ സംഗതി ചെയ്തു. അങ്ങനെ ചെയ്യാൻ ഹിന്ദു മതത്തിൽ എവിടെയെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ ഏതെങ്കിലും കിതാബിൽ? എന്നാൽ ഇസ്ലാമിൽ കാഫിറിനെ നിങ്ങൾക്ക് റേപ്പ് ചെയ്യാം. അതാണ് വ്യത്യാസം. ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഹദീസാണ്. അതായത് ഒരു ഹദീസാണ്. ഒരു ബനു മുസ്തലിഖ് കൊള്ളയ്ക്ക് പുറപ്പ്. എന്താ ഹദീസ് എടുക്കില്ലേ? ഖുറാനിലില്ല. അപ്പം ഖുറാനിലില്ല, തർക്കമില്ലല്ലോ. അല്ല, ഹദീസ് എടുക്കൂലെന്നാ ചോദിക്കുന്നത്. ഹദീസ് എടുക്കൂലേ? ഖുറാനാണല്ലോ അതിന്റെ ബേസ്. ഇപ്പൊ ഹിന്ദു മതത്തിൽ എല്ലാം എടുക്കാം, അതുപോലല്ലോ ഇസ്ലാമിൽ അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിൽ ഖുറാൻ ഉണ്ട്, ഹദീസ് ഉണ്ട്, ഇജ്മാ ഉണ്ട്, ഖിയാസ് ഉണ്ട്, ഇതെല്ലാം എടുക്കും. സെക്കൻഡറി സോഴ്സ് മാത്രം. നോ. അതായത് ഇത് നിങ്ങൾക്ക് ഹദീസ് തള്ളാൻ കഴിയില്ല, പച്ചക്ക് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഹദീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മുസ്ലിം പോലും നിസ്കരിക്കില്ല. കാരണം നിസ്കരിക്കുന്നത് എങ്ങനെയെന്ന് ഖുറാനിലില്ല. ഓക്കെ, ബാങ്ക് കൊടുക്കണം എങ്ങനെയെന്നില്ല, ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയില്ല, നോമ്പ് നോക്കണത് എങ്ങനെയെന്നില്ല. അപ്പം അത് വിടൂ, അതൊന്നുമല്ല. അതൊക്കെ ആ ചോദ്യം ഈസ് ഇറലവൻറ്റ്. അത് ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിന് സ്ഥാനമില്ല. ബിക്കോസ് വെൻ യു സേ എ റൂൾ ഇൻ ഇസ്ലാം, ഓൺലി തിങ് ഈസ് വെദർ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഇസ്ലാം ഓർ നോട്ട്. അത്രേ നമ്മൾ ചോദിക്കേണ്ടുള്ളൂ. അത് ഹദീസിനാവാം, അത് ഇജ്മാ ആവാം, ഖിയാസ് ആവാം, അത് ഖുറാൻ ആവാം, ഏതും ആവാം. ഇനിയിപ്പോൾ ക്രിപ്റ്റോ കറൻസി ഹലാലാണോ ഹറാമാണോ, നിങ്ങൾ ഏത് കിതാബിൽ നിന്ന് എടുക്കും? അതിനുണ്ട് ഇവിടെ. കൾച്ചേർഡ് മീറ്റ് ഹലാലാണോ ഹറാമാണോ, അതിനുണ്ട് ഇവിടെ റോള്. നിങ്ങൾ ഏത് കിതാബിൽ നിന്ന് എടുക്കുക. സോ അങ്ങനെ ഒരു ഫാക്ഷൻ, അത് ഇസ്ലാമിൽ ഒരു രീതിയുണ്ട്. അത് നിങ്ങൾ അറിയുന്നു വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിലുള്ള സാധനത്തിനെ തിരുത്താൻ സമ്മതിക്കില്ല. അതാണ് ഞാൻ പറയുന്നത്. ഓൾറെഡി ഉള്ള സാധനത്തെ തിരുത്താൻ നിങ്ങൾക്ക് സമ്മതിക്കില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിൽ കൃത്യമായിട്ട് നബി പഠിപ്പിക്കുന്ന കാര്യമാണ് സ്ത്രീക്ക് പുരുഷന്റെ ബുദ്ധിയുടെ പകുതിയുള്ളൂ. നിങ്ങൾക്ക് ഒരു കാരണവശാൽ അത് തിരുത്തിയിട്ട് അത് ഈക്വൽ ബുദ്ധിയാണെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സ്ഥാപിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ?
ഇത് തന്നെ നമ്മുടെ മനുസ്മൃതിയിലും ഇല്ലേ? മനുസ്മൃതിയിലുള്ള സാധനമാണോ ഇന്നത്തെ ഒരു ആവറേജ് ഹിന്ദു കൊണ്ട് നടക്കുന്നത്? മനുസ്മൃതിയിലുള്ള സാധനമാണോ ഒരു ആവറേജ് ഹിന്ദു കൊണ്ട് നടക്കുന്നത്? ഞാൻ അതാ ചോദിക്കുന്നത്. അവിടെയാണ് പറഞ്ഞത്, ഈ മതങ്ങളിലെല്ലാം ഇങ്ങനെ വ്യത്യസ്ത എലിമെന്റ് കാണും. അതിന് ഫ്രഷർ ഇന്റർപ്രിട്ടേഷൻസ് നൽകി, പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ മാനങ്ങളും നൽകി വിശ്വാസികളെ ആ പുതുമയിലേക്കും നന്മയിലേക്കും നയിച്ചാൽ മതി. ഇത് ബേസിക്കലി 150 കോടി നടക്കില്ല. ഇസ്ലാമിൽ അത് നടക്കില്ല. നിങ്ങൾക്ക് എത്ര വ്യാഖ്യാനം നടത്തിയാലും സ്ത്രീയുടെയും പുരുഷന്റെയും ബുദ്ധി ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. ഐ ചാലഞ്ച് യു. അത് നടത്തി നിങ്ങളൊന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം. അത്ര എനിക്ക് പറയാനുള്ളത് അതിനകത്ത്. ഭരിച്ച നാടാണ് നമ്മുടേത്. റസിയ സുൽത്താന എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി ഭരിച്ച നാടാണ് നമ്മുടെ ഈ നാട്. ഇന്ത്യ എന്ന് പറയുന്ന ഡൽഹിയിലാണ്, എന്നിരുന്നാൽ പോലും റസിയ സുൽത്താന ഭരിച്ച നാടാണ്. അതിന് എന്താണ് അവിടെയാണ് ഇത്രയും വൈവിധ്യമുള്ള ഇസ്ലാമിനെ ഏകശിലാത്മകമായി മോശമാണെന്ന് ബ്രാൻഡ് ചെയ്യുന്നത്. 150 കോടി ജനങ്ങൾ, ലോകത്തെ 150 കോടി ജനങ്ങളെ നിങ്ങൾ വീണ്ടും അവിടെ ഒരു പ്രശ്നം കൊണ്ടുവരാണ് രാഹുൽ. അവിടെ വീണ്ടും ഒരു കുഴപ്പം. നിങ്ങൾ രാഹുലിന്റെ ഈ സംസാരത്തിൽ സത്യത്തിൽ ഇവിടെ പ്രതികൂട്ടിലാവുക ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് മുസ്ലിങ്ങളെ നമ്മൾ പ്രേരിപ്പിക്കണം. ജിഹാദി പ്രവർത്തനം കണ്ടാൽ അത് ജിഹാദാണ്, നിങ്ങൾ അത് തള്ളി പറയണമെന്ന് അത് പ്രോത്സാഹിപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ ഇരുന്നിട്ട് തീവ്രവാദമല്ല, അത് തീവ്രവാദത്തോടൊപ്പം അത് ജിഹാദ് കൂടിയാണ്. അങ്ങയുടെ മനസ്സിലെ ഇസ്ലാമോഫോബിയയുടെ സ്ട്രാൻഡ് ഉള്ളതുകൊണ്ടാണ് ജിഹാദ് 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 എന്ന് വീണ്ടും വിളിക്കുന്നത്. ഗാന്ധിജി ജിഹാദിയാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഗാന്ധിജി ജിഹാദിയാണെന്ന് MJ അക്ബറിന്റെ വാദഗതി അംഗീകരിക്കുന്നുണ്ടോ? ഇസ്ലാമോഫോബിയ അല്ല. അത് ഇസ്ലാമോഫോബിയ അല്ല. ജിഹാദ് എന്ന വാക്ക് നന്നായി പോകും. അപ്പൊ പ്രശ്നവൽക്കരിക്കണം, ഇസ്ലാമോഫോബിയ അല്ല. ഇത് ഞങ്ങൾ ബ്രാഹ്മണര് പെരിയോർ രാമസ്വാമി നായ്ക്കറുടെ കാര്യത്തിൽ നേരിട്ടതാണ്. ഞങ്ങൾ തമിഴ്നാട്ടിലടക്കമുള്ള സ്ഥലങ്ങളിൽ പെരിയോർ രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണനെ നന്നാക്കാൻ പറ്റൂല, ഒരു കാരണവശാലും ബ്രാഹ്മണൻ നന്നാവൂല. 30 സെക്കൻഡ് ആദ്യം ബ്രാഹ്മണനെ 30 സെക്കൻഡ് തരൂ രാഹുൽ. 30 സെക്കൻഡ് തരൂ. എനിക്ക് ഇസ്ലാമോഫോബിയ അല്ല, എനിക്ക് ഇസ്ലാമോ ഫ്രൈറ്റ് തന്നെയാണ്. ഇസ്ലാമിനെ നമ്മൾ ഭയക്കണം. അത് വെറുതെ ഒരു ഇറാഷണൽ ഫിയർ അല്ല. ബിക്കോസ് ഇസ്ലാം ടീച്ചേഴ്സ് ടു കിൽ കാഫിർ. അത് തന്നെയാണ് അതിന്റെ കാരണം. ഇസ്ലാം സ്ത്രീകളെ വിവേചനം നടത്തുന്നു. അത് ഇഷ്ടം പോലെ മുഹമ്മദ് നബി തന്നെ ചെയ്തിട്ടുള്ള കാര്യമല്ലേ. നമ്മൾ എന്നോട് റേപ്പിനുള്ള കോണ്ടാക്ട് ഞാൻ ചോദിച്ചത്. റേപ്പിനുള്ള എന്താണ് അറിയേണ്ടത്? ജിഹാദ് ചെയ്തതിന്റെയോ? നമ്മുടെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതരുണ്ടല്ലോ, ഈ ഖുറാനും ഹദീസും ഒക്കെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. പാണക്കാട് തങ്ങൾ കുടുംബമോ, നമ്മുടെ ഇവിടുത്തെ സലഫികളോ, നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണേ ആരെങ്കിലും ഈ പറയുന്ന ആരെങ്കിലും ദ്രോഹിച്ചായിട്ട് അറിയൂ? ദ്രോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? അവർ അക്രമത്തിന് ഇറങ്ങണോ അതോ അതിന് കോപ്പ് കൂട്ടണോ? ഇല്ലാതാക്കുക ചെയ്ത ആരെങ്കിലും അറിയാം? അതിന് കോപ്പ് കൂട്ടുന്നത് ശരിയാണോ? ആര് കോപ്പ് കൂട്ടുന്നു? മഅദനി എന്താ ചെയ്തത്? മഅദനി എന്താ ചെയ്തത്? പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ. മഅദനി എന്താ ചെയ്തത്? മഅദനി എന്താ ചെയ്തത്? മഅദനി എന്താ ചെയ്തത്? മഅദനി എന്താ ചെയ്തത്? മദനിയുടെ അന്നത്തെ പൊളിറ്റിക്കൽ റിയാക്ഷൻസ് സംശയവുമില്ല. അന്നത്തെ ഇന്നത്തെ പറയാൻ പറ്റൂല. അല്ല, എന്നോട് ഉദാഹരണം ചോദിച്ചു, ഞാൻ ഉദാഹരണം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി എം എം അക്ബർ എന്താ ചെയ്തത്? എം എം അക്ബറിന്റെ ഐഡിയോളജി തീർച്ചയായും ശരിയല്ല. എം എം അക്ബറിന്റെ ഐഡിയോളജി എന്താണ്? എം എം അക്ബറിന്റെ ഐഡിയോളജി എന്താണ്? എം എം അക്ബറിന്റെ ഐഡിയോളജി ഇസ്ലാമാണ്. എം എം അക്ബറിന്റെ ഐഡിയോളജി ഇസ്ലാമാണ്. അതെ, അത് തന്നെയാണ് ഇവിടെ പ്രശ്നം. ഐഡിയോളജി എന്താ? അവർ ആ തീവ്രമായ ജിഹാദി ആശയങ്ങൾ മാറ്റിവെച്ച് ജീവിക്കുന്നവര്, അതല്ലേ നമ്മൾ പറയേണ്ടത്. ആ തീവ്രമായ ആശയങ്ങൾ മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ പോലെ അവിടെയും ജിഹാദി കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? അത് ജിഹാദി ആശയമാണ്, അതുകൊണ്ട് തന്നെ അല്ല. ആ ജിഹാദി ആശയമാണ് തീവ്രമാവുന്നത്. ഹിന്ദുക്കൾക്ക് ബാധകമല്ലേ? തീർച്ചയായിട്ടും ബാധകമാണ്. പക്ഷേ ഇസ്ലാമിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ രാഹുൽ അടക്കം ഇവിടെ ചെയ്തത് ജിഹാദിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ചെയ്തു വെക്കുന്നത്. അത് അപകടമാണ്. നിങ്ങൾക്ക് തീവ്രവാദത്തെ മാത്രമായിട്ട് ഇസ്ലാമിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം അവിടെ തീവ്രവാദം എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൽ ജിഹാദ് തന്നെയാണ്. അത് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. പരിശുദ്ധ മക്ക 1979 അൽ ഇഖ്വാൻ ആർമി ആക്രമിക്കുന്നുണ്ട്. 500 പേരാണ് അതിൽ കൊല്ലപ്പെടുന്നത്. അതായത് അൽ ഇഖ്വാൻ എന്ന് പറയുന്ന തീവ്ര വഹാബി എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ആർമി പരിശുദ്ധ മെക്ക കീഴടക്കാനും ആക്രമിച്ചു പോകുന്നുണ്ട്. അന്ന് ഫ്രാൻസിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ആർമി വന്നാണ് അവരെ പൊളിച്ചെടുക്കുന്നത്. ഭിന്ദ്രൻവാല മോശക്കാരനാണ്. സിഖുകാർ മോശക്കാരാണോ? ഗോഡ്സെ മോശക്കാരനാണ്. ബ്രാഹ്മണർ മോശക്കാരനാണോ? ഒസാമ ബിൻ ലാദൻ മോശക്കാരനാണ്. എല്ലാ മുസ്ലിങ്ങളും മോശക്കാരാണോ? ഇത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യമല്ലേ? പക്ഷേ എല്ലാ മുസ്ലിങ്ങളും മോശക്കാരാണെന്ന് ആരാ പറയുന്നത് ഇവിടെ? രാഹുൽ, ഞാൻ ഇസ്ലാമാണ് മോശം എന്നല്ലേ പറയുന്നത്. ഞാൻ ഇസ്ലാമാണ് മോശം എന്നാ പറയുന്നത്.
നോ നോ അങ്ങ് നോ 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 പറയുന്നതിന്റെ യു ആർ ജസ്റ്റ് ട്വിസ്റ്റിംഗ് മൈ വേർഡ്സ്, അങ്ങ് മിസ്കൺസ്ട്രൂയിങ്. അത് പറയുന്നതിന്റെ ചെയ്യരുത്. ഇംപ്ലിസിറ്റ് മീനിങ് എന്താ? നോ, ഉള്ളിന്റെ ഇംപ്ലിസിറ്റ് അല്ല. ഉള്ളിലെ ഐ ആം അർത്ഥം എന്താ? എക്സ്പ്ലിസിറ്റ്. ഐ ആം എക്സ്പ്ലിസിറ്റ്. ഐ ആം എക്സ്പ്ലിസിറ്റ്. അപ്പൊ ഐ ആം അപ്പൊ എക്സ്പ്ലിസിറ്റ്ലി ഞാൻ സേയിങ്, ഐ ആം റീറ്ററേറ്റിംഗ്. ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇസ്ലാം പ്രശ്നമാണ്. ബിക്കോസ് ഇസ്ലാം പ്രൊമോട്ട്സ് വയലൻസ് ആൻഡ് ഇറ്റ് ഈസ് എ ഇസ്ലാമിന്റെ ജിഹാദി. അത് വഹാബി അത് വേർഷൻ, ഇസ്ലാമിന്റെ വഹാബി എക്സ്ട്രീമിസം അല്ലേ പ്രശ്നം? അതെങ്ങനെ ഇതിന് വഹാബിയാവുന്നത്? ഇതിന് വ്യത്യസ്ത വഹാബിയും തൽക്കാലം വിളിക്കാം, ഡേയിഷ് വഹാബി വഹാബി. വഹാബികൾ കൊണ്ട് നടക്കുന്ന സാധനം ഇസ്ലാം തന്നെയാണ് സുഹൃത്തെ. അവർ അപ്പൊ അതിനകത്ത് പിന്നെ തന്നെയാണ് പാലക്കാട് എതിർക്കുന്നത്. കുടുംബവും ബാക്കി രാജ്യങ്ങളും UAE, അവര് സൗദി അറേബ്യ അവര് എന്താ കൊണ്ടുനടക്കുന്നത്? അവര് ആ ജിഹാദി അവർക്ക് ആശയങ്ങൾ എന്താ മാറ്റിവെച്ചു. കൊണ്ടുനടക്കുന്നത്? അവർ ആ ജിഹാദി ആശയങ്ങൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് എടുത്തു. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇവിടുത്തെ അവർ ബഹുഭൂരിപക്ഷം വരുന്ന തീവ്രവാദത്തെ മുസ്ലിങ്ങൾ, ഇവിടുത്തെ സ്റ്റാൻഡ്, അവർ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും തീവ്രവാദത്തിന്റെ ചെയ്യുന്നത് അത് സ്റ്റാൻഡ് തന്നെയാണ്. മാറ്റി വെച്ച് സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. അത് എങ്ങനെ തന്നെ എല്ലാരും ചെയ്യണ്ടേ? എങ്ങനെ 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 അതായത് പാണക്കാട് കുടുംബമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടത്തെ മുജാഹിദീനുകളാകട്ടെ, അല്ലെങ്കിൽ ഇവിടത്തെ സലഫ് KNM ആകട്ടെ, ഇവിടത്തെ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാകട്ടെ, സൗദി അറേബ്യ ആകട്ടെ, UAE ആകട്ടെ, ലോകത്തെ 50 മുസ്ലിം രാജ്യങ്ങള് ഇന്ന് UAE-യിൽ യോഗ അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായി അവരെടുക്കും. ഇവർ തീവ്രവാദത്തെ മാറ്റിവെച്ചു, മിതവാദത്തെ. ഞങ്ങൾ ഹിന്ദുക്കൾ ഗോഡ്സേവാദികൾ അടക്കം എക്സ്ട്രീമിസ്റ്റുകളെ മാറ്റിവെച്ചു, മിതവാദം സ്വീകരിച്ചു. നാളെ ക്രിസ്ത്യാനികൾ എക്സ്ട്രീമിസം മാറ്റിവെച്ചു, മിതവാദം സ്വീകരിച്ചു. ശരി, അതായത് അവര് ഞാൻ പറഞ്ഞുതരാം, ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. അവര് ജിഹാദി ആശയങ്ങളെ മാറ്റിവെച്ചു, അവര് ജിഹാദ് ഇല്ലാതെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അവരെടുത്തു. അത്രേ ഉള്ളൂ. ജോസഫ് മാഷ കൈവെട്ടാൻ വന്ന ആൾക്കാർ അവർ ജിഹാദി ആശയം എടുത്തു. ഇവര് ചേകനൂർ മൗലവിയെ കൊല്ലാൻ വന്ന ആളുകൾ അവർ ജിഹാദി പ്രവർത്തനം നടത്തി. ഇവിടെ എം എം അക്ബറിന്റെ സ്കൂളിൽ നിന്നും ജിഹാദിനാണ് അവർ പുറപ്പെട്ടത്. അവര് സിറിയയിലേക്ക് പോയത്, അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത്. ഇവിടെ ശ്രീലങ്കയിൽ അവിടെ ഈസ്റ്റർ ഡേ ബോംബിംഗ് നടത്തിയത് ജിഹാദി പ്രവർത്തനമാണ്. ഇന്നിപ്പോ നമ്മളുടെ ഹമാസ് കയറി ഇസ്രായേലിൽ അറ്റാക്ക് നടത്തുമ്പോൾ അത് ജൂതവിരുദ്ധതയുടെ പുറത്തിൽ ചെയ്യുമ്പോൾ അതും ജിഹാദി പ്രവർത്തനം. കാരണം ഇസ്ലാമിലെ അടിസ്ഥാനം ജൂതവിരുദ്ധതയാണ്. അത് ജൂതവിരുദ്ധതയാണ്. അത് അവരുടെ റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ അവരുടെ അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. തീവ്രവാദാക്രമണം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ തിരിച്ച് 40,000 പേരെ കൊന്നത് അവരുടെ റെസിസ്റ്റൻസ് ആയി. തീർച്ചയായിട്ടും അവര് കൊന്നിട്ടുണ്ടെന്ന് ആദ്യം തെളിയിക്കും, എന്നിട്ടല്ലേ അവര് കൊന്നിട്ടുണ്ടെന്ന് ആദ്യം തെളിയിക്കും, എന്നിട്ടല്ലേ ബാക്കി കാര്യം. 40,000 പേരെ കൊന്നത് അവരുടെ റെസിസ്റ്റൻസ്. അവര് 40,000 പേര് എങ്ങനെ മരിച്ചെന്ന് നിങ്ങൾ പറയൂ. ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് അവിടെ കൊണ്ടുവെക്കുന്നു. അവര് കൊല്ലപ്പെടുകയാണ്. അവരെ അത് കൊളാട്രൽ ഡാമേജ് അല്ല. സിൻവറിന്റെ വാക്ക് തന്നെ ഉണ്ട്, നെസസറി സാക്രിഫൈസ് തന്നെയാണ് സിൻവർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എത്രമാത്രം ഗാസൻ സിറ്റിസൺസ് കൊല്ലപ്പെടുന്നു അത്രയും കണ്ട് ഹമാസിന്റെ മേന്മയാണെന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ്. അതൊക്കെ ഇവിടെ ചർച്ചയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ വിഷയത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല, കാരണം നമ്മളെ ചർച്ച ഡിമോണൈസ് ചെയ്യല്ല. നിങ്ങള് ഇല്ല ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം 1 മണിക്കൂർ കഴിഞ്ഞു, ഇനിയിപ്പോൾ തീരാൻ ഒരു 10 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നത്, അല്ലെ ഒരു സ്റ്റീൽ മാനിങ് നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ നമ്മൾ പറയുന്ന ഓരോ പോയിന്റ്സ് നമ്മൾ എടുത്തു നോക്കുക. അതായത് ഇവിടെ ജോസഫ് മാഷിയുടെ വിഷയം നമ്മൾ പറയുന്നു, ചേകനൂർ മൗലവിയുടെ വിഷയം പറയുന്നു, തീവ്രവാദ സംഘടനകൾ നടത്തുന്ന പ്രവർത്തികളെ നമ്മൾ പറയുന്നു, അവിടെ ജയിലിൽ കടന്ന് മത്സരിച്ച നമ്മളുടെ കൈവെട്ടിയ ആളെ ജയിപ്പിച്ച കാര്യം നമ്മൾ പറയുന്നു. ഇതെല്ലാം ജിഹാദികളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ കാര്യമായിട്ട് കാണുന്ന ഒരു കാര്യം, ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ മുസ്ലിമിനെ കൊണ്ടിടുന്ന ഒരു കാര്യമാണ് രാഹുൽ ചെയ്യുന്നത്. അത് ദയവായിട്ട് നിർത്തണം എന്നാണ് എൻ്റെ കൃത്യമായ അഭ്യർത്ഥന. ഓക്കെ, 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ 1 കോടി മനുഷ്യരെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ ഒറ്റപ്പെട്ട സംഭവമല്ല. 1 കോടി ആൾക്കാരുള്ള കേരളത്തിൽ, അല്ലെങ്കിൽ 1 കോടിയോളം ആൾക്കാരുള്ള കേരളത്തിൽ 4-5 സംഭവങ്ങളുടെ പേരിൽ മോശമാക്കിയാൽ ബാക്കി സമുദായങ്ങളെയൊക്കെ എന്ത് പറയും? നിങ്ങൾ വീണ്ടും ആ തെറ്റ് കമ്മിറ്റിയാണ്. അതായത് നമ്മൾ ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മുസ്ലിങ്ങളിലേക്ക് വെച്ചു കൊടുക്കരുത്. നമ്മൾ മുസ്ലിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, നമ്മൾ ഇസ്ലാമിന്റെ പ്രശ്നത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രശ്നവും ശരി, ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. ഇസ്ലാമിലുള്ള 1-2 നല്ല കാര്യങ്ങൾ പറയും. ലോകത്തിൽ എല്ലാത്തിനും നന്മയും തിന്മയും കാണും. ഇസ്ലാമിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു നന്മയും കാണാൻ കഴിയില്ല. പക്ഷെ ഇസ്ലാമിന് മാത്രമായിട്ട് തിന്മ കാണാം. ഇസ്ലാമിന് മാത്രമായിട്ട് തിന്മ കാണാം, പക്ഷെ ഇസ്ലാമിന് മാത്രമായിട്ട് നന്മ കാണാൻ പറ്റില്ല. തിന്മയുണ്ട്, അങ്ങ് ആലോചിച്ച് നോക്കൂ. എക്സാമ്പിൾ വേണം. ഇസ്ലാമിന് മാത്രമായിട്ട് എക്സാമ്പിൾ വേണം. വയസ്സാണ്.
നോ എക്സാമ്പിൾ വേണോ? എക്സാമ്പിൾ വേണോ? യു ക്യാൻ ഡിസ്പ്രൂവ് മീ. ഞാനത് എക്സാമ്പിൾ പറയാം, എന്നെ ഡിസ്പ്രൂവ് ചെയ്യാം. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വേറെ ഏത് മതത്തിലാണ് അതുള്ളത്? എവിടെയാണ് എന്താ അറിയോ, ഇത് ഞാൻ തിരിച്ചു ചോദിക്കാം. മോസസ് ഇപ്പൊ എല്ലാരും എവിടെയാണ് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരും എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. ഇത് ജൂതന്മാരുടെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ സത്യവിശ്വാസി 9:123 വെയിറ്റ് എവിടെ ഉള്ളതെന്ന് ചോദിച്ചല്ലോ. ഞാൻ ഉദാഹരണം പറഞ്ഞു. 9:123 എടുത്ത് വായിക്കുക. സത്യവിശ്വാസികൾ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ്. അതായത് രൂക്ഷത കണ്ടെത്തണം അയൽവാസികളടുത്ത്. ഇനി ഒരു ഹദീസും ഞാൻ പറഞ്ഞുതരാം. അതായത് അറേബ്യൻ പെനിൻസുലയിൽ നിന്നും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുഴുവൻ ഞാൻ ഇവിടുന്ന് ഓടിക്കും, ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ വെക്കുകയുള്ളൂ. മുഹമ്മദ് നബി പറഞ്ഞതാണ്. ഇത് മരിക്കാൻ വേണ്ടിയിട്ട് കട്ടിലിൽ കിടക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്. ഇത് വേറെ ഏത് മതത്തിലുള്ളത്? നിങ്ങൾ പറയൂ. വേറെ ഏത് മതത്തിലുള്ള പറയൂ. ഒരു മതത്തിന്റെ പേര് പറയും, ഒരൊറ്റ മതത്തിന്റെ പേര് പറയും. വേറെ ഒരു മതത്തിൽ പറയും. കൃത്യം പറയണം. മോസസിന്റെ ചരിത്രത്തിൽ ഈജിപ്തിൽ പുതിയതായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ ഞാൻ ഇല്ലാതാക്കുമെന്ന് ദൈവം പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. അതായത് മോസസിന്റെ പ്ലേഗിന്റെ ഭാഗമായി. അല്ല, ഒരു സെക്കൻഡ്. എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഏത് ദൈവത്തിന് കഴിയും? പറയുന്നതാണ്, അല്ലാതെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രം. അറേബ്യൻ പെനിൻസുലയിൽ നിന്നും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുഴുവൻ പുറത്താക്കെന്ന് പറഞ്ഞ ഒരു സന്ദർഭത്തിലും അല്ല, മരിക്കാൻ കിടക്കുമ്പോഴാണ്. അത് മരിക്കാൻ കിടക്കുമ്പോഴാണ് പറയുന്നത്. അപ്പൊ അത് അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈജിപ്തിലെ കാര്യം ഇതൊന്നുമല്ല. ഇതൊക്കെ ആ കാലത്തുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളും ചിന്തകളും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോ പ്രസ്താവനകളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന നമ്മുടെ അബദ്ധമാണ്. ഇതൊന്നും പ്രസ്താവനകളല്ല. അതായത് അന്ന് ഏതെങ്കിലും ഒരു ഒറ്റ വരി പറഞ്ഞു തീർക്കാം. അന്ന് ഏതെങ്കിലും ഒരു ഈജിപ്റ്റ് രാജാവ് ജനിക്കുന്ന എല്ലാ ജൂത കുഞ്ഞുങ്ങളെയും ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞു കാണും. മോസസിന്റെ മനസ്സിലോ തിരിച്ചോ നമ്മൾ തിരിച്ചു അങ്ങനെ ചെയ്യും, ഞങ്ങളെ ചെയ്താൽ നിനക്കും ശാപം കിട്ടും എന്ന് പറഞ്ഞതായിരിക്കും. ഇത് ദൈവം എന്ന് പറയുന്ന ഒന്നുമല്ല. ദൈവത്തിന് ഇങ്ങനെ ആൾക്കാരെ കൊല്ലല്ലോ പണി. അപ്പൊ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഈ കാര്യങ്ങൾ എടുക്കുന്നത് ഒരു മുഹമ്മദ് നബി മരിക്കാൻ കിടക്കുമ്പോ ഈ പറഞ്ഞ ഈ സ്വപ്നം ഇത് നടപ്പിലാക്കി കാണിച്ച വ്യക്തിയാണ് ഉമർ. ഇത് എവിടെയാണ് ഇതിനകത്ത് കോണ്ടെക്സ്റ്റ് ഉള്ളത്? അത് അവിടെ അറേബ്യൻ പെനിൻസുലയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളെ കാണാത്തത്? പറയൂ. എന്തുകൊണ്ടാണ് അവിടെ ക്രിസ്ത്യാനികൾ കുറഞ്ഞു പോയത്? എന്തുകൊണ്ടാണ് അവിടെ ജൂതന്മാരില്ലാതായി പോയത്? എന്തുകൊണ്ടാണ് അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായത്? യൂറോപ്പിൽ എന്തുകൊണ്ടാ പഴയ പാഗൻസ് ഇല്ലാതായത്? ഏത് കിതാബിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെ തന്നെ ഞാൻ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജീസസ് ക്രൈസ്റ്റിന്റെ ഫേസ് വാൾ പെയിന്റിംഗ് ഉള്ള എന്റെ വീട്ടിലാണ്, 130 സ്ക്വയർ ഫീറ്റ്. ഞാൻ അത് വെച്ചുകൊണ്ട് തന്നെ പറയാണ്, ദൈവത്തിലേക്കുള്ള വഴി ഞാൻ മാത്രമാണ്, ബാക്കിയുള്ളവരോട് എല്ലാവരും നിങ്ങൾ ഇത് പറയൂ. ഇത് ദുർവ്യാഖ്യാനം ചെയ്ത് ബാക്കി മതങ്ങളെ ഇല്ലാതാക്കുന്നു ഒക്കെ എന്തർത്ഥമുണ്ട്? ശ്രീകൃഷ്ണന്റെ കോൺടെക്സ്റ്റ് പറയുന്നു എന്റെ മതത്തിൽ വിശ്വസിക്കാത്ത എല്ലാരെയും കൊല്ലണം എന്നല്ല ശ്രീകൃഷ്ണൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ എന്നാൽ മുഹമ്മദ് നബി അത് പറഞ്ഞിട്ടുണ്ട്. സത്യനിഷേധികളുടെ അടുത്ത് നിങ്ങൾ കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം. അതെ. അടുത്തത്, യുദ്ധനിഷിദ്ധമായ മാസങ്ങൾ പിന്നിട്ടാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നുകളയുക, അവരെ പിടികൂടുകയും ഉപരോധിക്കുകയും ചെയ്യുക, എല്ലാ മർമ്മസ്ഥാനങ്ങളിലും അവർക്കായി പതിയിരിക്കുക അഥവാ എന്ന് തുടരണം. അതായത് അവിടെ പറഞ്ഞു വെക്കുന്ന എന്താണ്? അവരെ നിങ്ങൾ കൊല്ലണം എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു. ഇനി അവര് പശ്ചാത്തപിച്ച് കുറച്ച് സമയം ചോദിച്ചാൽ ഒരു കോണ്ടെക്സ്റ്റും ഇല്ല. യുദ്ധത്തിന്റെ കോണ്ടെക്സ്റ്റ് അല്ല. 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 പാകിസ്ഥാനി പട്ടാളക്കാരെ കൊന്നാൽ നമ്മൾ അവനെ ഹീറോ ആയി കാണുന്നത് എന്തുകൊണ്ടാണ്? യുദ്ധത്തിന്റെ കോണ്ടെക്സ്റ്റ് അല്ല. പ്ലീസ് ഡോണ്ട് കമ്പയർ. പ്ലീസ് ഡോണ്ട് ബ്രിങ് ദ കോണ്ടെക്സ്റ്റ്. പ്ലീസ് ഡോണ്ട് ബ്രിങ് ദ കോണ്ടെക്സ്റ്റ്. ഇത് യുദ്ധത്തിന്റെ കോണ്ടെക്സ്റ്റ് അല്ല. ഇത് കോണ്ടെക്സ്റ്റ് യുദ്ധത്തിന്റെ അല്ല. ഇത് ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ. ഒരു മിനിറ്റ്. ഉറപ്പാണല്ലോ. 30 സെക്കൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകും. 18 വയസ്സായ പെൺകുട്ടിക്ക് മാറുമറയ്ക്കാൻ 12% ടാക്സ് നമ്മൾ 2024 കൊടുക്കുന്നു. എന്നാൽ മദ്യപിക്കുന്നതിന് ടാക്സ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ മദ്യപിക്കാനൊക്കെ ടാക്സ് ഉണ്ട് രാഹുൽ. വേറെ ടാക്സ് ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ. അല്ലാതെ എന്തുകൊണ്ടാണെന്നറിയോ? അല്ല, എനിക്ക് 100-150% കണ്ടല്ലേ ടാക്സ്. അല്ലല്ല, എനിക്കതിന് വിരോധം ഉണ്ടായിട്ടല്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെ റോങ് കമ്പാരിസൺസ്. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അടിമ രാഹുൽ പറഞ്ഞ ഞാൻ കോൺടെക്സ്റ്റ് പറഞ്ഞു. ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ നാട്ടിൽ മാറുമറയ്ക്കുന്നതിന്റെ പേരിൽ സമരങ്ങൾ ഉണ്ടായ നാട്ടിൽ ഇരുന്നാണ് നമ്മൾ 1400 വർഷം എന്നൊക്കെ പറയുന്നത്.
ഇനി നമ്മുടെ അവസാന 5 മിനിറ്റ് എനിക്ക് ഒരു കാര്യം കൂടെ, ഇത് നമുക്ക് വി ഷാൽ എഗ്രി ടു ഡിസഗ്രി. അതായത് അങ്ങ് ജിഹാദ് എന്ന് വിളിക്കുന്നു, ഞാൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ തെറ്റാണ്, ജിഹാദ് എന്ന് പറയുന്നതിന് നല്ല അർത്ഥങ്ങളുണ്ടെന്ന് പറയുന്നു. അങ്ങ് ഇസ്ലാമിന്റെ പ്രശ്നമാണെന്ന് പറയുന്നു, ഞാൻ പറയുന്നു ഇസ്ലാമിനെ തെറ്റായി മനസ്സിലാക്കിയ എക്സ്ട്രീം വഹാബി ആശയക്കാരുടെ പ്രശ്നമാണെന്ന് പറയുന്നു. ഒരു വരി കൂടി പ്രത്യേകിച്ച് അങ്ങയുടെ സ്പീച്ചുകൾ കേട്ടോണ്ട് ഒരു കോണ്ടെക്സ്റ്റും കൂടെ പറയാം. യൂണിഫോം സിവിൽ കോഡും കൂടെ ഒന്ന് പറഞ്ഞു തീർക്കാൻ, മറ്റൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും ഇത് ഇസ്ലാമുമായിട്ട് കൂടെ ബന്ധപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് നമ്മുടെ നാട്ടിലെ നെഹ്റുജി അംഗീകരിച്ചിട്ടുണ്ട്, അംബേദ്കർ അംഗീകരിച്ചിട്ടുണ്ട്, അബ്ദുൽ കലാം അംഗീകരിച്ചിട്ടുണ്ട്, ആധുനിക കാലത്ത് ശശി തരൂർ അംഗീകരിക്കുന്നുണ്ട്. ഇവരെല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, സുപ്രീം കോടതി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡിനെ തള്ളിപ്പറയുന്ന ഒരു ഒറ്റയാളേ ഉള്ളൂ. അത് അങ്ങ് പോയി പ്രസംഗിച്ച ഹിന്ദു ഐക്യവേദിയുടെ തലതൊട്ടപ്പന്മാരായ RSSന്റെ ഗുരുവായ ഗുരുജി ഗോൾവൽക്കറാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഗുരുജി ഗോൾവൽക്കർ പറയുന്നത് എന്താ അറിയാവോ? ഞങ്ങളുടെ ഇടയിലുള്ള ചില ആൾക്കാർക്ക് വളഞ്ഞ വഴിയിലൂടെ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കണമെന്ന ചിന്തയുണ്ട്. ഇത് കാരണമാണ് അവർ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. ഇത് തീർച്ചയായും തെറ്റാണ്. ഇതൊരു നെഗറ്റീവ് വഴിയാണ്. ഈ കോണ്ടെക്സ്റ്റ് മുമ്പോട്ട് വെച്ച ഏക ആൾ RSSന്റെ സർസംഘചാലകാണ്. എന്നിട്ട് അങ്ങ് പല ചർച്ചകളിലും പറയുന്നുണ്ട്, അങ്ങയുടെ ആ സ്പീച്ച് കേട്ടിട്ട് മറുപടിയും കൂടെയാണ്, എന്തുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് വേണ്ടെന്ന് ആരും എന്നോട് പറയുന്നില്ല. ഒറ്റ വരിയിൽ പറയാം, ഒരു രാജ്യത്തിന് വേണ്ടത് എന്താണ്? നമ്മുടെ ഇതുമായിട്ട് കൂടെ ബന്ധമുള്ളതുകൊണ്ടാണ്. ഒരു രാജ്യത്തിന് വേണ്ടത് യൂണിറ്റി ആണോ യൂണിഫോർമിറ്റി ആണോ? ഒരു രാജ്യത്തിന് വേണ്ടിയത് ഐക്യമാണോ ഏകതയാണോ? എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടത് ഐക്യമാണ്. ഐക്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതകൾ കാണും. ഹിന്ദു കാണും, മുസ്ലിം കാണും, ക്രിസ്ത്യാനി കാണും, ജൂതൻ കാണും, ദളിതൻ കാണും, ബ്രാഹ്മണൻ കാണും, നമ്പൂതിരി കാണും, OBC കാണും. ഇവരുടെ എല്ലാം കൂടെ പരസ്പരം ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്തുക, കൺസെൻസസ് കണ്ടെത്തുക. എല്ലാവരിലും തെറ്റുകൾ കാണും, ആ തെറ്റുകളെ അതിജീവിച്ച് മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയുക. ഈ യൂണിഫോം സിവിൽ കോഡിന്റെ അതേ മനസ്ഥിതിയിൽ നിന്ന് അങ്ങ് സംസാരിക്കുന്നത്, എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുക, ഇസ്ലാമിനെ ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് എല്ലാവർക്കും അറിയാം, അതായത് ആസിഫയെ കൊന്നവനെ ന്യായീകരിക്കുന്നവരാണ് വന്ന് പറയുന്നത് മുസ്ലിം സഹോദരിമാരെ സംരക്ഷിക്കാൻ നമുക്ക് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന്. ബിൽക്കിസ് ബാനുവിനെ റേപ്പ് ചെയ്തവരെ മാല ഇടുന്നവരാണ് പറയുന്നത് മുസ്ലിം സഹോദരിമാരെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണോ. അപ്പോ ഈ വളഞ്ഞ വഴിയിലുള്ള രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത്, സത്യസന്ധതയാണ്. അങ്ങ് ഒരു പൊളിറ്റിക്കൽ ആനിമൽ ആയതുകൊണ്ടാണ് പറയണേ. 30 സെക്കൻഡ് കൂടെ എടുത്ത് തീർക്കാം. നമ്മുടെ നാട്ടില് വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ ഞങ്ങൾ ബ്രാഹ്മണ ഹിന്ദുക്കളുടെ ആത്മീയ ശൂന്യതയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്. അതായത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ഒരു ഐക്യമുണ്ട്, ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ കമ്പൈനിങ് ഫാക്ടേഴ്സ് ഇല്ല. അപ്പൊ മുസ്ലിമിനെ ശത്രുപക്ഷത്ത് നിർത്തി തുള്ളിമരുന്ന് ജിഹാദ് നടത്തുന്നവരാണ് അവർ, നമ്മുടെ പെമ്പിളാരെ തട്ടിക്കൊണ്ടു പോണു, സ്ഥലം തട്ടിക്കൊണ്ടു പോണു എന്ന് പറഞ്ഞ ഇസ്ലാമോഫോബിയ ഞങ്ങളുടെ ഇടയിലുള്ളവര് പ്രചരിപ്പിക്കുന്നതാണ്. അതിന്റെ ബലിയാടാണ് ഗാന്ധിജി. അവർക്ക് ശക്തി പകരുന്ന രീതിയിലാകരുത് അങ്ങയുടെ മതവിമർശനം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ അവസാനത്തിലേക്ക് എത്തുന്നത് ഞാൻ കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, ഞാനിതിലൊരു കൺഫ്യൂഷൻ എന്തായാലും പറയാൻ വന്നതിൽ ഇനിയിപ്പോൾ അതിലൊരു ഡിബേറ്റിലേക്ക് പോകുന്നില്ല, എന്നാലും ഞാൻ പറയാണ്. അതായത് രാഹുലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് കാര്യങ്ങൾ പറയരുത്, അത് കോണ്ടെക്സ്റ്റിൽ പറയണം. ഞാൻ പറയുന്നു കോണ്ടെക്സ്റ്റ് എടുത്ത് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല നമ്മൾ പറയുന്നത് ഇസ്ലാമിനെ അകാരണമായിട്ട് ഭയക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. ഇസ്ലാമോഫോബിയ എന്ന വാക്ക് പോലും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഇസ്ലാമോ ഫ്രൈറ്റ് എന്ന വാക്ക് തന്നെയാണ്. ഇസ്ലാമിനെ ഭയക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഇപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ഹിന്ദു ഐക്യവേദി, ഗോൾവാർക്കർ, ആസിഫ, ബിൽക്കിസ് ബാനു ഇതെല്ലാം പറയുന്നു. ഗോൾവാർക്കറെ പോലെ ഒരാളാണ് പ്രവാചകൻ എന്നുണ്ടെങ്കിൽ എനിക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല പ്രവാചകനെ കാണിക്കുന്നത്. ഗോൾവാർക്കർ ഈ ലോകത്ത് വരാനിരിക്കുന്ന എല്ലാ ഹിന്ദുക്കൾക്കും ഒരു മാതൃകയാണോ, എല്ലാ മനുഷ്യന്മാർക്കും ഒരു മാതൃകയാണെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പ്രവാചകൻ ഉസ്വത്തുൽ ഹസന എന്ന് തന്നെയാണ് പറയുന്നത്. അതെല്ലാ ആളുകൾക്കും ഉള്ള മാതൃകയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് 6 വയസ്സിൽ കല്യാണം കഴിച്ചത് അത് നോക്കിയിട്ട് താലിബാൻ അവിടെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലടക്കം വിവാഹപ്രായം ഉയർത്തുന്നതിനെ തടയുന്നത് പോലും അതിലേക്ക് വരുന്നത്. കാരണം അവിടെയും കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഇസ്ലാമിൽ അധ്യാപനമുണ്ട്. ഇനി ഇവിടെ ബിൽക്കിസ് ബാനുവിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ബിൽക്കിസ് ബാനുവിനെ റേപ്പ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ ആസിഫയെ അതുപോലെ റേപ്പ് ചെയ്ത് കൊല്ലുന്നതിനോ ഹിന്ദു മതത്തിൽ നിങ്ങൾക്കൊരു വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. പക്ഷെ ഞാൻ പറയുന്നു ഇസ്ലാമിൽ കൃത്യമായിട്ട് വേർഡ്സ് എന്നാൽ ഇസ്ലാമിലുണ്ടെന്നേ, അതാണ് ഞാൻ പറയുന്നത്. അത് കൃത്യമായ വേർഡ്സ് ഉണ്ട്. അത് വെറുതെ വേർഡ്സ് അല്ല. നിങ്ങൾ ഇങ്ങനെ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് കോയിറ്റസ് ഇൻ്ററപ്റ്റസ് നടത്തണോ വേണ്ടയോ എന്നതടക്കമുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതുകൂടാതെ അങ്ങനെ നിങ്ങൾ അവരെ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് കാര്യമാക്കണ്ട, അവരുടെ മുന്നിലിട്ട് നിങ്ങൾക്ക് ബലാത്സംഗം ചെയ്യാമെന്ന കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് പറയുന്ന മതമാണ് ഇസ്ലാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇൻസ്ട്രക്ഷൻസ് ഒരു സ്ക്രിപ്ചറൽ ബാക്കിങ്ങോട് കൂടി നടത്തുന്ന, ഒരു റിലീജിയസ് സ്ക്രിപ്ചറിൻ്റെ ബാക്കിങ്ങോട് കൂടി നടത്തുന്ന ഒരു ക്രൈം, ഒരു ടെററിസം, അതിനെയാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ആ ടെററിസത്തിന്
ഇസ്ലാം തന്നെ വിശേഷിപ്പിക്കുന്നത് ജിഹാദ് എന്നതായതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ തന്നെ വിളിക്കണമെന്ന് നമ്മൾ പറയുന്നതും അത് ജിഹാദി ആശയമാണ് നമ്മൾ പറയുന്നതും. അതുകൊണ്ടാണ് ചേകന്നൂർ മൗലവിയെ കൊന്നതടക്കം, കയ്യും കാലും വിപരീത ദിശയിൽ നിന്ന് ജോസഫ് മാഷിനത് വെട്ടിയതടക്കം. എന്നെപ്പോലെയുള്ള എക്സ് മുസ്ലിങ്ങളെ പോലെയുള്ള ആളുകളെ അവർ എല്ലാ മുസ്ലിം വീടുകളും ഒരു തരത്തിൽ പറഞ്ഞ ഏറിയും കുറഞ്ഞും ഇരിക്കുന്ന ജിഹാദി സംഘടനകൾ തന്നെയാണ് ഓരോ മുസ്ലിം വീട്. കാരണം എന്താണ്, നമുക്കൊക്കെ ഓരോ മുസ്ലിം പെൺകുട്ടികൾ ചിത്രങ്ങൾ അയച്ചു തരും, ചെവിയൊക്കെ അടിച്ച് പൊട്ടിച്ചതിൻ്റെ ചോരയൊക്കെ വലിക്കുന്നത്. കാരണം എന്താണ്, അവർ മതത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. കാരണം മതം വിട്ടവനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതും ഈ പറയുന്ന ഇസ്ലാമിൻ്റെ നിയമം തന്നെയാണ്. ഇനി കോണ്ടെക്സ്റ്റ്, ഈ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞ് ഒരു യുദ്ധ സന്ദർഭത്തിലും അല്ല, വെറുതെ നിൽക്കുന്ന സമയത്താണ്. മക്ക വിജയത്തിന് ശേഷമാണ് പറയുന്നത്. ഇനി അതേപോലെ എന്താണ്, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ഓടിക്കും എന്ന് പറഞ്ഞത് മരിക്കാൻ കിടക്കുമ്പോഴാണ് പറയുന്നത്, യുദ്ധ സന്ദർഭത്തിലല്ല. ഞാൻ ഒരാളെങ്കിലും പ്രവാചകൻ മുഹമ്മദ് കൊന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ ആളുകൾ ഇഷ്ടംപോലെ കൊന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ബദർ കൊള്ളയിൽ കൊന്നിട്ടുള്ള ഉണ്ട്. ബദർ കൊള്ളയിൽ പിടിച്ച ആളുകളെ കൊന്നിട്ടുണ്ട്. മക്ക വിജയത്തിന്റെ സമയത്ത് ഫൈറ്റ് അല്ല അല്ല അതാ ഞാൻ പറഞ്ഞത്. ഇത് മക്ക വിജയത്തിന്റെ പറഞ്ഞുതരാം. മക്ക വിജയത്തിന്റെ സമയം തന്നെ എടുക്കാം. മക്ക വിജയം എന്ന് പറയുമ്പോൾ യുദ്ധം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞിട്ട് മക്കയിലേക്ക് വന്ന സമയത്ത് മുഹമ്മദ് നബി ഒരു ലിസ്റ്റ് കൈമാറുകയാണ്. ഇതേ ഇന്ന ആളുകളുണ്ട്, ഇവരെയൊക്കെ പിടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് കൈമാറിയിട്ടാണ് കൊല്ലാൻ വേണ്ടി വിടുന്നത്. അതുകൂടാതെ നിങ്ങൾ അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ 4 മാസം സമയം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നു. ആ സമയം അവർക്ക് പശ്ചാത്തപിക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരാൻ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, ദൈവവിശ്വാസം തീരുമാനം എടുക്കാനുള്ളൊരു സമയം കൊടുക്കുന്നു. എന്നിട്ടും വരാത്ത ആളുകളെ നിങ്ങൾ ഇനി നോക്കണ്ട, വെട്ടിക്കൊന്നേക്കുമെന്ന് പറയുകയും അങ്ങനെ കൊന്ന ആളുകളുടെ പേരുണ്ട്. ഇനി പേര് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 5-6 പേര്, അബൂബക്കർ, സുലൈമാൻ, ഇതൊക്കെ അതിൽ പെടുന്ന പേരുകൾ തന്നെയാണ്. ഇതൊക്കെയാണ് അവിടെ കണ്ണുമുക്കില്ലാതെ 100 കണക്കിന് ആളുകളെയാണ് കൊന്നു തള്ളിയത്. ബനു ഖുറൈള കൂട്ടക്കൊല അവിടെ നടത്തിയത് എന്താണ്? അതും ഇതേപോലെ കൊച്ചു കുട്ടികളെ അടക്കം തുണി പൊക്കി നോക്കിയിട്ട് രോമം വളർച്ച ഉണ്ടോ എന്ന് നോക്കിയിട്ട് രോമം വളർന്നു എന്ന് കണ്ട് അത് മുതിർന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ദയോ ദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നുതള്ളിയ ആളെയാണ് കാരുണ്യത്തിന്റെ മാതൃകയായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിക്കുന്നത്. നമുക്ക് വിളിക്കാൻ കഴിയില്ല. അവിടെ അത് ഇനി നമ്മൾ തർക്കത്തിലേക്ക് പോകണമെങ്കിൽ അത് പ്രശ്നമാണ്. അത് ഇനി സമയം ഒരുപാട് പോകും. എല്ലാ മതത്തിലുണ്ട്. നമ്മളുടെ കോണ്ടെക്സ്റ്റ് എന്താ? നമ്മളുടെ കോണ്ടെക്സ്റ്റ് പറഞ്ഞല്ലോ എടുക്കണം. നമ്മളുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21-ാം നൂറ്റാണ്ടിലും ഈ 2024-ലും ഇതേ കാലങ്ങൾ പഴക്കമുള്ള മതനിയമങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് ടെററിസമായിട്ടും അതുപോലെ ഗ്ലോബൽ ഇഷ്യൂസായിട്ട് മാറുന്നു. അത് വ്യക്തികളുടെ അവരുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ പോലും ഹനിക്കുന്ന വിധം അത് മാറുമ്പോൾ അവിടെയാണ് ഇസ്ലാം ചർച്ച വിഷയമാവുന്നത്. അത് എല്ലാ മതങ്ങളിലും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ 19-ാം നൂറ്റാണ്ടിൽ ഈ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇസ്ലാമിസ്റ്റ് തീവ്രവാദമൊന്നും ഇസ്ലാമിസ്റ്റ് തീവ്രവാദങ്ങൾ മുഹമ്മദ് നബി ഉള്ള അന്ന് മുതലുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഇന്നത് കൂടുതൽ വർദ്ധിച്ചു. 19-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ എത്ര സന്ദർഭം പറയാൻ പറ്റും? ഞാൻ പറഞ്ഞുതരാം. അതായത് ഇസ്ലാമിക തീവ്രവാദം വളർന്നത് തന്നെ ഈ തീവ്രവാദ ജിഹാദി ആശയങ്ങൾ കൂടുതലെടുത്ത് പ്രചരിപ്പിച്ചതിന് ശേഷം അതിൽ ചുക്കാൻ പിടിച്ച വ്യക്തി എന്ന് പറയുന്നത് നമ്മളുടെ മുഹമ്മദ് സയ്യിദ് കുത്തുബും അതുപോലെ നമ്മളുടെ മൗദൂദിയെ പോലെയുള്ള ആളുകൾ ഇതെടുത്ത് വെക്കുകയും ഈ രാഷ്ട്ര നിർമ്മിതിയിലേക്ക് കടക്കുകയും ഇത് കൂടുതൽ പ്രചരിപ്പിക്കണം എന്ന് പറയുകയും ഇസ്ലാമിൽ ഇവോൾവ് ചെയ്യുന്നില്ല. ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയിൽ മാത്രമാണ് ഇവോൾവ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവരുടെ ഫാക്ഷൻസ് ആയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവിടെ പറഞ്ഞു വെച്ചത് ഇവിടെ ഇന്ത്യ 2047 അതെ അതൊക്കെ ഒരേ ആളുകൾ തന്നെയാണ്. അതിൽ തീവ്രമായ ആളുകൾ ജമാഅത്ത് ഇസ്ലാമി ഇവോൾവ് ചെയ്തപ്പോൾ ഇത് ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ ഉണ്ടാകുന്നത്. അവരുടെ ആശയം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണം തന്നെയാണ്. ഷെരിയ ഫോർ UK, ഷെരിയ ഫോർ ഫ്രാൻസ്, ഷെരിയ ഫോർ USA എന്നൊക്കെ പറയുന്ന പോലെ ഷെരിയ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ വെക്കാനുള്ളൂ, അല്ലെങ്കിൽ 2 അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കാനുള്ളൂ. കൃത്യമായ റിലീജിയസ് സ്ക്രിപ്ചറൽ ബാക്കിങ്ങോടുകൂടി നടക്കുന്ന ജിഹാദ് എന്ന് വിളിക്കാവുന്ന എക്സ്ട്രീമിസ്റ്റ് വയലൻറ്റ് ടെററിസം കാണുമ്പോൾ അതിനെ ടെററിസം എന്ന് മാത്രം വിളിച്ചാൽ പോരാ, അതിനെ ജിഹാദ് എന്ന് വിളിച്ച് അതിനെ മുസ്ലിങ്ങൾക്കും അത് വിളിക്കാനുള്ള ധൈര്യം പകരേണ്ട ആളുകളാണ് നമ്മൾ. അത് ജിഹാദ് എന്ന് വിളിക്കരുത്, അത് ഒരു നല്ല സാധനമാണ് എന്ന രീതിയിൽ അതിനെ ലെജിറ്റിമൈസ് ചെയ്യുക, നോർമലൈസ് ചെയ്യുന്ന പരിപാടിയിൽ നിന്നും ദയവായിട്ട് പിന്മാറണം. 2 ഇവിടെ നടക്കുന്ന ഇതോടെ രണ്ടാമത്തെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇസ്ലാമിക് ടെററിസത്തെയും ഇസ്ലാമിനെയും അവിടെ ചിത്രീകരിച്ച് അതിൻ്റെ ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ദയവായിട്ട് ഇതിനെ
ഇതിൻ്റെ പ്രേക്ഷകരായി ഇത് മനസ്സിലാക്കേണ്ട സാധാരണ മുസ്ലിങ്ങൾ അതിനകത്തേക്ക് വലിച്ചിടരുത്. അവരെയാണ് നിങ്ങളവിടെ കുഴപ്പത്തിലാക്കുന്നത്. ഇതേ രണ്ട് ഒരു റിക്വസ്റ്റ് മാത്രമാണ് എനിക്ക് ഇതേപോലെ വെക്കാനുള്ളൂ. 30 എൻ്റെ സെക്കൻഡ്സ് എന്റെ കൺക്ലൂഷൻ. ഒരു കൺക്ലൂഷൻ. നമ്മുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ ഇത്തരം ഡിബേറ്റുകൾ അങ്ങേപ്പോലുള്ളവരോ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ യുക്തിവാദ സ്പേസ് നടത്തുന്നവരോ ചെയ്യുന്നത് പോലെ നമ്മൾ ഭക്തിവാദികളും അല്ലെങ്കിൽ വിശ്വാസികളും ചെയ്യണം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ചെയ്യണം. റാഷണലിസ്റ്റുകൾ ചെയ്യുന്ന പോലെ ഒരു ഇന്റലക്ച്വൽ ഓപ്പൺനെസ്, ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഡിബേറ്റ് നമ്മുടെ ഇടയിൽ കുറച്ച് കുറവാണ്. നമ്മൾ കുറച്ചുകൂടെ ബിലീഫ് ഓറിയന്റഡ് ആണ്, പകരം കുറച്ചുകൂടെ ഡിബേറ്റ് ഓറിയന്റഡ് ആകുന്നത് നമ്മുടെ വിശ്വാസങ്ങളെ സംശുദ്ധമാക്കാൻ സഹായിക്കും. ഇനി എന്റെ ഒരു വരി കൺക്ലൂഷനും കൂടി. ഞാൻ വിശ്വസിക്കുന്ന പാരമ്പര്യം തന്റെ അമ്പലത്തിനുള്ളിൽ തന്റെ മുസ്ലിം സുഹൃത്തായ വാവർക്ക് വേണ്ടി നടവെക്കുമ്പോൾ വാവർക്ക് ഹലാൽ അല്ല വിഗ്രഹാരാധന എന്നുള്ളത് കൊണ്ട് നമുക്കവിടെ വാവറിന്റെ വിഗ്രഹമോ പ്രതിമയോ വേണ്ട, പകരം ഒരു ആർച്ച് മാത്രം വെച്ചാൽ മതി എന്ന് പറയുന്ന അയ്യപ്പന്റെ പാരമ്പര്യമാണ്. അതായത് വാവര് സ്വാമിക്ക് വേണ്ടി ഹിന്ദു അമ്പലത്തിനുള്ളിൽ ഒരു ഓർമ്മയുടെ സ്ഥലം വെക്കുമ്പോൾ വാവർക്ക് ഹലാലായത് മാത്രം എന്റെ അമ്പലത്തിനുള്ളിൽ മതി എന്ന് പറയുന്ന പരസ്പര യോജിപ്പിന്റെയും ബഹുമാനത്തിന്റെയും ഇന്നും ഒരുപാട് ഹിന്ദുക്കൾ അവിടെ പോയി മൗലവിമാരെ തൊട്ട് വന്ദിച്ച് ഭസ്മം മേടിച്ചാണ് ഞങ്ങൾ ശബരിമലയിൽ പോകുന്നത്. ഒരുമയുടെ ഒരുപാട് മന്ത്രങ്ങളും സൂക്തങ്ങളും ആയത്തുകളും വേഴ്സുകളും നമുക്കുണ്ട്. വിഘടിക്കാനുള്ള കാര്യങ്ങളുമുണ്ട്. അതിൽ ഒരുമയുടെ കാര്യങ്ങൾ എടുത്ത് ഒരു പുതിയ സ്പേസ് ഉണ്ടാക്കുക. അങ്ങടക്കമുള്ള എക്സ് മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നവർ വിശ്വാസത്തിലേക്ക് തിരിച്ചുപോയി ഞങ്ങളടക്കമുള്ള വിശ്വാസികൾക്ക് റാഷണാലിറ്റി കുറവാണെങ്കിൽ, കോമൺ സെൻസ് കുറവാണെങ്കിൽ ഞങ്ങളെ കുറെ കൂടെ ക്ലിയർ മൈൻഡഡും ലോജിക്കലും റാഷണലാക്കി വളർത്താനുള്ള ഒരു സ്പേസിലേക്ക് പോകണം. ഒരു സിസ്റ്റത്തെ ഉള്ളിൽ നിന്നേ നന്നാക്കാൻ കഴിയൂ. വെളിയിൽ നിന്ന് വിമർശിച്ചാൽ നന്നാവില്ല. ഉള്ളിൽ നിന്ന് അതിനെ നവീകരിക്കാനും നന്മയിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരുപാട് സ്പേസുകളുണ്ട്. ആ സ്പേസുകൾ നിങ്ങളടക്കമുള്ള ആൾക്കാർ യൂസ് ചെയ്യണം. ഇതുപോലത്തെ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് വളരെ സ്വാഗതാർഹമാണ്. നമ്മളെ വിശ്വാസികളും കണ്ടുപിടിക്കണം. എല്ലാ വിധത്തിൽ ഇൻഷാ അല്ലാഹ് അങ്ങേക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തായാലും ഇവിടെ ഈ പറഞ്ഞ അകത്തു നിന്നുള്ള നവീകരണം നടത്തി സ്വയം രക്തസാക്ഷിത്വം വരിച്ച ചേകന്നൂർ മൗലവിയെയും അതുപോലെ തന്നെ രക്തസാക്ഷിത്വം വരിക്കാൻ പോകുന്ന മുസ്തഫ മൗലവിയെയും ഞാൻ സ്മരിച്ചുകൊണ്ട് അത് നടത്താൻ ശ്രമിച്ച നമ്മളെപ്പോലുള്ള ആളുകളെ കാഫിറാക്കി മുർത്തദ്ദാക്കി ചിത്രീകരിച്ച് നമ്മളെ കൊല്ലാൻ നടക്കുന്ന എല്ലാ ആളുകളെയും സ്മരിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ നടക്കാത്ത സ്വപ്നമാണ് എന്നും കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. യാ, ബൈ. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഡേ. അത് ചർച്ചകൾ നടക്കണം, നമ്മളെപ്പോഴും പറയാറുണ്ട്. അഭിപ്രായങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം. പിന്നെ പല ആളുകൾക്കും അതിനെക്കുറിച്ചുള്ള എതിരഭിപ്രായങ്ങളുണ്ടാവും, അവർക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ടാവും, അവരുടേതായ വീക്ഷണ കോണുകളുണ്ടാവും. ഒക്കെ നമുക്ക് കേൾക്കുക, നമുക്ക് പറയാനുള്ളത് അറിയാം. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ കണ്ടും മനസ്സിലാക്കി തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. സോ അത് നമ്മൾ തുടരണം. അതിന് നിങ്ങളുടെ വലിയ സപ്പോർട്ട്, അത് വലിയ ഒരു തുണ തന്നെയാണ്. ഇന്ന് നമുക്ക് ലഭിച്ച ആ ഒരു സപ്പോർട്ട്, ഏതാണ്ട് 2800ഓളം ആളുകളാണ് ഇവിടെ ലൈവിൽ ഉണ്ടായിരുന്നത്. ദാറ്റ്സ് എ ബിഗ് അപ്രൂവൽ ഓഫ് അവർ ഈ പറയുന്ന ഒരു എൻഡേവറിന്. അത് ഞാനിവിടെ ഒന്ന് എടുത്തു പറയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും വലിയ നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ സപ്പോർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നമ്മളുടെ മേലെ അർപ്പിക്കുന്ന ഈ ഒരു പ്രതീക്ഷ, അത് തന്നെയാണ് നമ്മളെ ഒരു മോട്ടീവ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം ഇവിടെ രാഹുലും സൂചിപ്പിച്ച പോലെ ഒരു നല്ല നാളെ അതെല്ലാവരുടെയും മുന്നിലുള്ള സ്വപ്നം തന്നെയാണ്. ആ നല്ല നാളേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഏതുതരം ശക്തിയെയും എതിർക്കേണ്ട വിധത്തിൽ, എതിർക്കേണ്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എതിർക്കാൻ സാധിക്കണം. അത് പലപ്പോഴും കാണാതെ പോകുന്നിടത്താണ് നമ്മൾ തമ്മിലുള്ള ചില എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്. അത് സംബന്ധിച്ചിട്ടാണ് നമുക്കിന്നിവിടെ ചില ചർച്ചകൾ കൊണ്ടുവേണ്ടി വന്നത്. എന്തായാലും വളരെ നല്ല രീതിയിൽ അത് പോകാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അവിടെ രേഖപ്പെടുത്തുക. വ്യക്തി അധിക്ഷേപങ്ങൾ കാര്യങ്ങൾ അത് നിങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. എന്നെ ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അതിഥി തന്നെയാണ്. അതിഥി ദേവോ ഭവ എന്നാണല്ലോ പറയുന്നത് ഡിങ്കൻ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അത് നിങ്ങളൊന്ന് ഉൾക്കൊണ്ട് കാര്യങ്ങൾ ആ രീതിയിൽ പോട്ടെ. നമുക്ക് വീണ്ടും ഇതുപോലുള്ള ചർച്ചകൾ നമുക്ക് തുടരാം. അടുത്ത ആഴ്ച നമ്മളുടെ മോഹൻദാസ്, TG മോഹൻദാസ്, നിങ്ങളെല്ലാവരും ഏറെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ അത് അനൗൺസ് ചെയ്യുന്നതാണ്. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹവുമായിട്ടുള്ളൊരു ചർച്ച, ഇത്രയും തീപ്പൊരിയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും ഒരു നല്ല ചർച്ചയാവും തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അന്നും ഇവിടെ ജോയിൻ ചെയ്യാം. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കാം. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾക്ക് അതിന് ഓപ്ഷൻസ് നിങ്ങൾ ഉപയോഗിക്കാം. സോ എ വെരി ബിഗ് താങ്ക്സ് ആൻഡ് എ ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.